സ്ട്രാറ്റജി സെഷൻ ഉണ്ടായിരുന്നു. ഏ ആ അപ്പൊ അത് ഇനി പറഞ്ഞില്ല, നീ കേട്ടിരുന്നോ? കേട്ടിരുന്നു. അപ്പം നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആർട്ട് ആൻഡ് കൾച്ചർ മാത്രമല്ല, ഏൻഷ്യന്റ് ആൻഡ് മീഡിയവലിന്റെ സോഷ്യൽ ലൈഫ് പഠിക്കണം, പിന്നെ റിലീജിയനും പഠിക്കണം. പൊളിറ്റിക്കൽ പഠിക്കണ്ട, എനിക്ക് തോന്നുന്നു എക്കണോമിക്കലും പഠിക്കണ്ട. കാരണം കൾച്ചർ എന്ന് പറയുമ്പോഴേക്കും പൊളിറ്റിക്കൽ എക്കണോമിക് ലൈഫ് അതിൻ്റെ ഉള്ളിൽ വരില്ല. മാത്രമല്ല, പലപ്പോഴും ചോദ്യം അവർ ചോദിച്ച സമയത്തും സോഷ്യൽ ലൈഫ് എന്ന് പ്രത്യേകം എടുത്താ ചോദിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ ലൈഫ് മാത്രം പഠിച്ചാൽ മതിയാവും. ഞാനത് നിങ്ങൾക്കൊരു ഇന്ന ഇതൊക്കെയാണ് നോക്കേണ്ടത് ബുക്കിൽ എന്നുള്ളതിന്റെ ഒരു ഒരു സാധനം തരാം. അത് ഓൾറെഡി മെയിൻസിന് കൊടുക്കുന്നുണ്ട്, അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ബേസിസിൽ പോവാം. അപ്പം നിങ്ങൾക്ക് ആൻസർ മൊത്തം എഴുതാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. ഓ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ വേഗം ഒന്ന് വരച്ചു വെക്കുക, പോയിന്റ്സ് ഒക്കെ ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ആൻസർ വേഗം വേഗം നോക്കി പോവാം. ഒരു കണ്ടന്റ് എൻറിച്ച്മെന്റ് പോലെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ രൂപത്തിൽ സ്പീഡിൽ പോവാമേ. അപ്പൊ ആദ്യം ഇതൊന്ന് കരിപ്പേ, നമ്മൾ ഏൻഷ്യന്റ് പഠിച്ചു. പക്ഷെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യനെ പറ്റിയിട്ട് ഒരു ബ്രോഡ് ഐഡിയ വേണം. കാര്യം പലപ്പോഴും ചോദ്യം ചോദിക്കുമ്പം ഏൻഷ്യന്റ് ഇന്ത്യ മൊത്തത്തിൽ എഴുതാൻ ചോദിക്കാറുണ്ട്. അതായത് ഇപ്പം റോക്കറ്റ് ആർക്കിടെക്ചർ ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുമ്പം ആദ്യം മുതൽ അവസാനം വരെ എഴുതണം. അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ടൈം പീരീഡിന്റെ ചോദിക്കുന്ന സമയത്ത് അത് ആ ടൈം പീരീഡിന്റെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് അറിയണം. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് അറിയാത്തത് കൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റുന്നത്. അപ്പം ഇതൊന്ന് പഠിച്ചു വെക്കൽ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതൊക്കെ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ ഒന്ന് സമ്മപ്പ് ചെയ്തേക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന സമയത്ത് എവിടെയാ ആളുകൾ താമസിക്കുന്നത്? സ്റ്റോൺ ഏജിൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണല്ലോ. കല്ലും മറ്റും യൂസ് ചെയ്ത് ഹണ്ടിങ് ഗ്യാതറിങ്ങും ചെയ്യുന്ന സമയം. അപ്പൊ അവര് കാട്ടിലാണ് താമസിക്കുന്നത്, ഫോറസ്റ്റിലാണ് താമസിക്കുന്നത്. ഈ ഫോറസ്റ്റിൽ താമസിക്കുന്ന ഹണ്ടിങ് ഗ്യാതറിംഗ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരു സ്റ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ടോ? സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണവർഗം, ഒരു റൂളിംഗ് അതോറിറ്റി, അത് ഫോം ചെയ്തിട്ടുണ്ടോ? റൂളിംഗ് അതോറിറ്റി ഫോം ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ് ഇല്ല, ഒരു പൊളിറ്റിക്കൽ ലൈഫേ ഇല്ല അവർക്ക്. ദർ ഇസ് നോ പൊളിറ്റിക്കൽ ലൈഫ്. റിലീജിയൻ ഉണ്ടോ? കൾട്ടുകൾ ഉണ്ട്, റിലീജിയസ് കൾട്ട്. മനുഷ്യന്മാർക്ക് തുടക്കത്തിലെ മുതലേ കുറെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കൾട്ട് ഉണ്ട്. പക്ഷെ നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻ എന്ന് പറയാനുള്ള ഒരു സാധനം ഇല്ല. റിലീജിയസ് ലൈഫ് ഒന്ന് സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. നമുക്ക് അതിനെപ്പറ്റി വലിയ ഇൻഫർമേഷൻ ഇല്ലതാനും. അതില്ല, അപ്പം റിലീജിയൻ ഇല്ല. ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ നോക്കുന്ന സമയത്തേ ആർക്കിടെക്ചർ ഉണ്ട്. എന്താ ആർക്കിടെക്ചർ ആയിട്ട് വരുന്നേ? റോക്കറ്റ് ആർക്കിടെക്ചർ ഉണ്ട്, കേവ് ആർക്കിടെക്ചർ ഉണ്ട്. കാര്യം അവര് ഗുഹയിലും മറ്റും താമസിച്ച സമയത്ത് കേവ് ഉണ്ട്. പക്ഷെ ആ റോക്കറ്റ് ആർക്കിടെക്ചറിന്റെ ഉള്ളിൽ ആർട്ട് ഇല്ല. എന്ത് ഈ ആർട്ടും ആർക്കിടെക്ചറും തമ്മിലുള്ള വ്യത്യാസം? ആർട്ട് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആണ്, അതിനെപ്പോഴും ഒരു എസ്തെറ്റിക് സാധനം അറ്റാച്ച്ഡ് ആയിരിക്കും, ഭംഗിയുണ്ട്, മനോഹാരിത ഉണ്ട്. അതില്ലാത്തത് ആണ് ആർക്കിടെക്ചർ. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബിൽഡിംഗ് ആയാൽ മതി, മോണുമെന്റ് ആയാൽ മതി, അത് യൂട്ടിലിറ്റിക്ക് വേണ്ടിയാ പണിയുന്നത്. ഇപ്പൊ താമസിക്കാൻ വേണ്ടി പണിയാണ് ആർക്കിടെക്ചർ ആണ്. മിക്കവാറും ആർക്കിടെക്ചറിന്റെ ഉള്ളിൽ ആർട്ട് ഉണ്ടാവും കേട്ടോ. ഇപ്പം പ്രീ ഹിസ്റ്റോറിക് റോക്കറ്റ് ആർക്കിടെക്ചർ, അവിടെ ആർക്കിടെക്ചറിന്റെ ഉള്ളിൽ ആർട്ട് കുറവാ. ആകെയുള്ള ഒരു ആർട്ട് എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ആർട്ടാണ്. പെയിന്റിങ്, സ്കൾപ്ചർ, ഡാൻസ്, മ്യൂസിക്, പെർഫോമിംഗ് ആർട്സ്, ഇതെല്ലാം ആർട്ടാണ്. മോണമെന്റുകൾ, കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് ആർക്കിടെക്ചർ ആണ്. ഇപ്പോ സ്തൂപ, ഇതെന്താ? ആർക്കിടെക്ചർ ആണ്, പക്ഷെ അതിന്റെ ഉള്ളിൽ ആർട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ സ്തൂപ ആർട്ട് എന്ന് ചോദിക്കാം, സ്തൂപ ആർക്കിടെക്ചർ എന്ന് ചോദിക്കാം. പക്ഷെ സ്തൂപ ആർട്ട് എന്ന് ചോദിക്കുമ്പോഴേക്ക് നിങ്ങൾ സ്തൂപയിൽ അണ്ടയുണ്ട്, വേദിക ഉണ്ട്, മേദി ഉണ്ട് എന്നൊന്നും എഴുതണ്ട. അത് ആർക്കിടെക്ചർ ആണ്. ആർട്ട് എന്ന് പറയുമ്പോഴേക്കും ആ സ്തൂപയിലുള്ള സ്കൾപ്ചർ ആണ് കേട്ടോ. കൊത്തുപണിയില്ലേ, അതാണ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റോൺ ഏജിൽ ആകെ ഉള്ളത് റോക്കറ്റ് ആർക്കിടെക്ചറും റോക്കറ്റ് ആർട്ടും ആണ്. പ്രീ ഹിസ്റ്റോറിക് പെയിന്റിങ്ങിന്റെ രൂപത്തിലുള്ള റോക്കറ്റ് ആർട്ട്. ലാംഗ്വേജ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവരുടെ സൊസൈറ്റിനെ വിളിക്കുന്ന പേര് ബാൻഡ് സൊസൈറ്റി എന്നാണ്. സൊസൈറ്റി ആദ്യം മുതൽ അവസാനം വരെയും ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിനെ പല രൂപത്തിൽ വിളിക്കാറുണ്ട്. സ്റ്റേറ്റ് സൊസൈറ്റി എന്ന് വിളിക്കാറുണ്ട്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഓരോ കാലഘട്ടത്തിലും ഓരോ ടൈപ്പ് സൊസൈറ്റിയാണ്. സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ താമസിക്കുന്നു എന്നുള്ളൊരു അർത്ഥം മാത്രമേ ഉള്ളൂ. സൊസൈറ്റി എന്ന് പറയുമ്പോഴേക്കും അതിന് കുറെ കോംപ്ലക്സിറ്റീസ് ഉണ്ട്. ഇപ്പം റിലീജിയൻ ഉണ്ട്, കാസ്റ്റ് ഉണ്ട്, ജെൻഡർ ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട്.
പക്ഷെ സ്റ്റോൺ ഏജ് സൊസൈറ്റി എന്ന് പറയുന്നത് കുറെ കൂടി കോംപ്ലക്സ് അല്ലാത്ത സൊസൈറ്റിയാ, സിമ്പിൾ സൊസൈറ്റിയാ. കാര്യം ഹ്യൂമൻ ബീങ്സിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒന്നും നടന്നിട്ടില്ല. ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചു കൂട്ടാനുള്ള ഒരു ബുദ്ധി അവനായിട്ടില്ല. അപ്പൊ അവന്റെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബാങ്ക് സൊസൈറ്റിയാ. ഒരുമിച്ച് ഹണ്ട് ചെയ്യുന്ന കുറെ ആളുകൾ ഒരു കൂട്ടായ്മയായിട്ട് മാറുന്നു. ഹണ്ടിങ്ങിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു 10-20 പേരുടെ ഒരു കൂട്ടം, അതാണ് ബാൻഡ് സൊസൈറ്റി. നമ്മളൊരു മ്യൂസിക് ബാൻഡ് പോലെ മ്യൂസിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു 10 പേരുടെ കൂട്ടം എന്ന് പറയുന്നത് പോലെ തന്നെ ഹണ്ടിങ്ങിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ബാൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോൺ ഏജ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ചോദ്യം വന്നേക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ഇനി എന്തെങ്കിലും കൂടുതൽ ചോദിച്ചാൽ ഇതിനെപ്പറ്റി ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ചോദ്യത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഈ ചോദ്യം വരുമ്പം ഈ കാലഘട്ടത്തിന്റെ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സാധനം കൂടി ചോദിക്കാറുണ്ട്. എന്ത് ഈ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാല്? ഹിസ്റ്റോറിക്കൽ സോഴ്സസ് നമ്മൾ ആദ്യം പഠിച്ചിട്ടില്ലേ? ഓരോ കാലഘട്ടത്തിന്റെയും ഹിസ്റ്ററി മനസ്സിലാക്കാനായിട്ട് ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉണ്ട്. മെയിൻലി നമ്മൾ 2 പ്രൊഡക്ട്സാ പറയാ. എന്തൊക്കെയാ? ലിറ്റററി സോഴ്സസും ആർക്കിയോളജിക്കൽ സോഴ്സസും. ഇവിടെ എന്താ സോഴ്സ്? ആർക്കിയോളജിക്കൽ സോഴ്സ് ആണ്. റോക്കറ്റ് ആർക്കിടെക്ചറും ഒരു സോഴ്സ് ആണ്, റോക്കറ്റ് പെയിന്റിങ്ങും ഒരു സോഴ്സ് ആണ്. റോക്ക് പെയിന്റിങ്ങും റോക്കറ്റ് ആർക്കിടെക്ചറും സോഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഈ സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള ഇതേപോലത്തെ വസ്തുക്കൾ എങ്ങനെയാണ് തെളിവായിട്ട് കിട്ടുന്നത്, സമൂഹത്തിനെ പറ്റിയിട്ടും പൊളിറ്റിനെ പറ്റി മനസ്സിലാക്കാനായിട്ടുള്ള തെളിവായിട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നോക്കാനായിട്ടുള്ളത്. ഇനി ഹാരപ്പൻസിന്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഹാരപ്പൻസിന്റെ ലിറ്റററി സോഴ്സ് ഉണ്ടോ? ഉണ്ടോ? അപ്പൊ സീലിന്റെ മേലെ എഴുതിയേക്കുന്ന എന്താ? ലിറ്റററി സോഴ്സസ് ഉണ്ട്, പക്ഷെ അത് ഡിസഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് അത് അവൈലബിൾ അല്ല. ലിറ്ററേച്ചർ ഉണ്ട്, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അവൈലബിൾ അല്ല. ഹാരപ്പൻസിന് ആർക്കിയോളജി ആണ് മെയിൻലി ഉള്ളത്. ഈ ഹാരപ്പൻസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആർക്കിയോളജി വെച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹാരപ്പൻസിനെ പറ്റിയിട്ട് കുറെ ഇൻഫർമേഷൻ അവൈലബിൾ അല്ല. അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ ഉള്ളിലെല്ലാം തന്നെയും സബ്ജക്ടിവിറ്റി ഉണ്ട്, ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഹാരപ്പൻസിന് സ്റ്റേറ്റ് ഉണ്ടോ? ഭരണകൂടം ഉണ്ടോ? ഭരണവർഗം ഉണ്ടോ? ഉണ്ട്. ഭരണവർഗം ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒരു ഭരണകൂടം ഉണ്ടാകാനുള്ള കുറെ തെളിവുകൾ, എവിഡൻസസ് നമുക്കുണ്ട്. സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്, ഗ്രാനറീസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ടൗൺ പ്ലാനിങ് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് പറയാം ഇതൊക്കെ ഒരു റൂളിംഗ് അതോറിറ്റി ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സിറ്റാഡൽ ഓവർടോൺ എന്ന് പറയുന്ന ഒരു പ്ലാൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സൈഡിന്റെ ഹൈറ്റ് കൂട്ടണ്ടേ? അത്രയും ഏരിയയിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ട് അവിടെ മൊത്തം ഹൈറ്റ് കൂട്ടി ബിൽഡ് ചെയ്യണം. അതിനുശേഷം ഗ്രിഡ് പാറ്റേണിലുള്ള ടൗൺ സ്ട്രീറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് മാത്രമാണ് ആളുകൾക്ക് താമസിക്കാനുള്ള അവസരം കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ആരെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യണ്ടേ? അപ്പം എന്തായാലും അവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഒരു റൂളിംഗ് അതോറിറ്റി അവിടെ നിർബന്ധമായിട്ടും ഉണ്ട്. ആ സ്റ്റേറ്റിന്റെ ഒരു രീതി എന്താ? അതൊരു മൊണാർക്കി ആണോ, ഡെമോക്രസി ആണോ, ഒലിഗാർക്കി ആണോ? എന്താ? ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആണെന്നൊന്നും എല്ലാവരും ഇഗാലിറ്റേറിയൻ ഒന്നുമല്ല. ഇനീക്വാളിറ്റീസ് ഉള്ളത് കൊണ്ടല്ലേ സിറ്റാഡൽ ഓവർടോൺ വരുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണവർഗം. ഇപ്പൊ ഇന്ത്യയുടെ എന്താ? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. അതേപോലെ ഇവരുടെ സ്റ്റേറ്റ് എന്താ? ഓ, നമുക്ക് ആ സ്റ്റേറ്റിനെ പറ്റിയിട്ട് വലിയ ധാരണ ഇല്ല. അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന രൂപത്തിലുള്ള ഒരു അതോറിറ്റി ഉണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയാൻ പാടുള്ളൂ. ആ സ്റ്റേറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചർ വേണം. അപ്പൊ നമുക്ക് അവർ ഡെമോക്രാറ്റിക് ആണോ? അറിയില്ല. അവർക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ട്? അറിയില്ല. ഭരിച്ചത് പ്രീസ്റ്റ് ആണോ? അറിയില്ല. ഭരിച്ചത് മെർച്ചൻസ് ആണോ? അറിയില്ല. സ്റ്റേറ്റ് അല്ലാത്തൊരു ചീഫ്ഡം പോലത്തെ സാധനമാണോ? അറിയില്ല. ഇതൊന്നും നമുക്കറിയില്ല, അതിനെപ്പറ്റി ക്ലാരിറ്റി ഇല്ല. അപ്പം സ്റ്റേറ്റ് ഉണ്ട്, ബട്ട് വി ഡോണ്ട് നോ വാട്ട് സോർട്ട് ഓഫ് സ്റ്റേറ്റ് ഇറ്റ് ഈസ്. അതിനെപ്പറ്റി ധാരണയില്ല. റിലീജിയന്റെ കാര്യം പറയുമ്പോഴും അങ്ങനെ തന്നെ. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മെയിൻ റിലീജിയൻ ഇല്ല. അവിടെ ഇവിടെയും കാണാൻ പറ്റുന്ന കുറെ റിലീജിയസ് ബിലീഫ് മാത്രമേ ഉള്ളൂ. എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹിന്ദുയിസം അല്ലെങ്കിൽ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ഇതേപോലത്തെ ഒന്നുമില്ല. കുറെ ബിലീഫുകളുണ്ട്. എന്തൊക്കെ ബിലീഫുകള്? വർഷിപ്സ് ഉണ്ട്, ബിലീഫുകളുണ്ട്. ഒന്ന് വേഗം ഒന്ന് പറയാമോ? നിങ്ങൾക്ക് അറിയാവുന്ന ഹാരപ്പൻസിന്റെ റിലീജിയൻ ആണെന്ന് കരുതപ്പെടുന്ന കുറെ കാര്യങ്ങൾ. ഓ, ആനിമലിസം എന്നാണോ നീ പറഞ്ഞേ? നേച്ചർ വർഷിപ്പ്. നേച്ചർ വർഷിപ്പ് ഉണ്ട്. പശുപതി എന്ന് പറയുന്ന ഒരു സീലുണ്ട്. മദർ ഗോഡസ് ഉണ്ട്. ഫയറിന്റെ ഒരു കൾട്ട് ഉണ്ട്, ഫയർ കൾട്ട് ഉണ്ട്. കാര്യം മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, ഹോമകുണ്ടം.
ഫയർ അൾട്ടാർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫയർ കൾട്ട് ഉണ്ട്. പിന്നെ ഓ പറഞ്ഞൂടി. ആ ലിംഗ വർഷിപ്പ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ വർഷിപ്പ് ഉണ്ട്. പറയാനൊരു മടി അവൾക്ക്, നാണമൊക്കെ ആവുന്നു. അപ്പം റിലീജിയൻ ഉണ്ട്, പക്ഷെ ആ റിലീജിയനെ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇവരുടെ ആർക്കിടെക്ചറും ആർട്ടും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കിടെക്ചറും ഉണ്ട്, ആർട്ടും ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇവരുടെ ഒരു അർബൻ ആർക്കിടെക്ചർ ആണ്, അർബൻ പ്ലാനിങ് ഒക്കെയാണ്. അർബൻ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചർ ആണ്. അതല്ലാതെ വേറെയും ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ? അത് ആർട്ടാണ്. ടെറാക്കോട്ട ആർട്ട് എന്നാ നമ്മൾ പറയാ. എടാ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളാ, കെട്ടിടങ്ങൾ വരണം, അല്ലാതെ കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ആർട്ടാണ്. ടെറാക്കോട്ട എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, ഭംഗിയുള്ള ഒരു സാധനം അവർ ഉണ്ടാക്കുന്നു, ആർട്ടാണ്. ആർക്കിടെക്ചർ വേറെ എന്തൊക്കെയാ ഉള്ളത്? മൊത്തം അർബൻ എന്ന് പറയുന്ന ടൗൺ തന്നെ ഒരു ആർക്കിടെക്ചറാ അല്ലേ? ഗ്രിഡ് പാറ്റേണിലുള്ള സിറ്റാഡൽ ഓവർടോണുള്ള ടൗൺ അല്ലേ, അതൊരു ആർക്കിടെക്ചറാണ്. അതല്ലാതെയോ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ ഉണ്ട്, വീടിനൊരു പ്രത്യേക പ്ലാൻ ഉണ്ട് ഇല്ലേ? ഡോക്യാർഡ് ഉണ്ട്, ഗ്രേറ്റ് ബാത്ത് ഉണ്ട്, കോളേജ് ഓഫ് പ്രീസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ആർക്കിടെക്ചർ ആണ്. ആർട്ടായിട്ട് എന്തൊക്കെയാണുള്ളത് ഹാരപ്പൻസിന്റെ? ഡാൻസിങ് ഗേള്, ടെറാക്കോട്ട ആർട്ട്, ബ്രോൺസ് സ്കൾപ്ചർ, പ്രീസ്റ്റ് കിങ്. അതായത് സ്കൾപ്ചർ ഉണ്ട്. സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ കൊത്തുപണികൾ, കൊത്തുപണിയുടെ ഉള്ളിൽ പല സാധനങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? ഡാൻസിങ് ഗേള്, ബ്രോൺസ് സ്കൾപ്ചർ, ബ്രോൺസിന്റെ മറ്റൊരു ബുള്ളിന്റെ ഒരു സാധനം ഉണ്ട്, പിന്നെ പ്രീസ്റ്റ് കിങ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ സീലുണ്ട്. സീല് ആർട്ടിസ്റ്റിക് അല്ലേ? സീലിന്റെ മേലെ പല ഭംഗിയുള്ള ആനിമൽസിന്റെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതെന്താണ്? അപ്പൊ ഇതൊന്ന് അങ്ങോട്ട് തിരിച്ചു വെച്ചേക്കാമോ? ഇത് അങ്ങോട്ട് വെക്കാമോ? എന്നെ തന്നെ കാണുമ്പോ എനിക്ക് ചളിപ്പോ. അപ്പം ആർട്ടും ഉണ്ട്, ആർട്ടും ഉണ്ട്, ആർക്കിടെക്ചറും ഉണ്ട്. സൊസൈറ്റി ഇഗാലിറ്റേറിയൻ സൊസൈറ്റി അല്ല, ഒരു അൺഈക്വൽ സൊസൈറ്റി ആണ്. പക്ഷെ സൊസൈറ്റിയിലുള്ള ഇനീക്വാളിറ്റി എങ്ങനെ വന്നു നമുക്കറിയില്ല, എന്തിന്റെ പേരിലാണെന്നും അറിയില്ല. കാസ്റ്റിന്റെ പേരിലാണോ, എക്കണോമിക്കൽ ഇൻകം സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിലാണോ, അതോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഹയറാർക്കിയുടെ അടിസ്ഥാനത്തിലാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇനീക്വാളിറ്റി ഉണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ഇനീക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുക? ഒന്ന് സിറ്റാഡൽ ഓവർടോൺ. സിറ്റാഡൽ ഒരു ഹയർ ആളുകൾ, ലോവർ ടോൺ എന്ന് പറയുന്നത് ലോവർ ആളുകൾ. പിന്നെയോ ഓ ബറിയൽ ഗുഡ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചില സ്ഥലത്ത് ഗുഡ്സ്, നല്ല ഗുഡ്സ് ഉണ്ടാവും, ചില സ്ഥലത്ത് അത്ര നല്ല ഗുഡ്സ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ലക്ഷറി ഗുഡ്സ്, യൂട്ടിലിറ്റേറിയൻ ഗുഡ്സ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്. ഇതൊക്കെ NCERT ബുക്കിൽ ഉള്ളതാണ്. ലക്ഷറി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവർ കുടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മിനിയേച്ചർ പോട്ട് ഉണ്ട്. ഈ മിനിയേച്ചർ പോട്ടിന് ഗുണമൊന്നുമില്ല, ഭംഗിക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ഈ മിനിയേച്ചർ പോട്ട് ആരായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? റിച്ച് ആയിട്ടുള്ള ഒരു എലൈറ്റ് ആളുകളായിരിക്കും. സാധാ കുടങ്ങൾ ആരാ യൂസ് ചെയ്തിട്ടുണ്ടാവുക? സാധാരണക്കാരായിരിക്കും. അപ്പം അതിൽ നമുക്ക് ഇനീക്വാളിറ്റി കാണാൻ പറ്റും. പിന്നെ ഓർണമെന്റ്സിന്റെ കാര്യത്തിൽ കാണാൻ പറ്റും. ഇപ്പൊ ഇവര് ഷോർട്ട് കയ്യിൽ നിന്നൊക്കെ ഓർണമെന്റ്സും അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഓർണമെന്റ്സ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം കുറച്ചും കൂടി പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് ഉള്ള സമയത്ത് അതെന്തായാലും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അപ്പൊ അവിടെയും ഇനീക്വാളിറ്റി കാണാൻ പറ്റും. അങ്ങനെ പല രൂപത്തിൽ. പിന്നെ ട്രേഡ് ആൻഡ് കോമേഴ്സ് ഉള്ളപ്പോൾ എന്തായാലും ഇനീക്വാളിറ്റി ഉണ്ട്. ട്രേഡ് നടക്കുന്ന സമയത്ത് ആ ട്രേഡിന്റെ ഗുണം കിട്ടുന്ന ആളുകളും ഗുണം കിട്ടാത്ത ആളുകളും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇനീക്വാളിറ്റി ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് ധാരാളമായിട്ടുണ്ട് കേട്ടോ സൊസൈറ്റി. പക്ഷെ സൊസൈറ്റിനെ പറ്റിയിട്ട് കൂടുതൽ നമുക്ക് അറിയില്ല, എന്താണെന്നുള്ളതൊരു ധാരണയില്ല. ഇനി അതിനുശേഷം വേദിക് പീരീഡിലോട്ട് വരുന്നു. ഈ ഹാരപ്പൻസും വേദിക്കും തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസം എന്താ? ഓ അതാണ്, അത് ക്യാരക്ടറിസ്റ്റിക്കലി ഡിഫറൻസസ് ഉണ്ട് അവിടെ, രണ്ടുപേരുടെയും പ്രാക്ടീസസിൽ വ്യത്യാസമുണ്ട്. അതല്ലാതെ ഈ ഹാരപ്പൻസും വേദിക് പീപ്പിളും ഒരേ ആളുകളാണോ? ഒരേ ആളുകളാണോ? ഇപ്പൊ മലയാളികള്, ഇന്ത്യക്കാര് എന്നൊക്കെ പറയുന്നത് പോലെ ഒരേ ആളുകളാണോ? അല്ലാതെ ദ്രവീഡിയൻസ്, ആര്യൻസ് എന്ന് പറയുന്ന പോലെ വേറെ വേറെ ആളുകളാണോ? വേറെ വേറെ ആളുകളാണ്, ഡിഫറെന്റ് എത്തനോ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പുകളാണ്. ഹാരപ്പൻസ് എന്ന് പറയുന്ന ആളുകളുടെ ലാംഗ്വേജ് നമുക്കറിയില്ല, പക്ഷെ അവർക്ക് എന്തൊക്കെയോ ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അത് ബേസ് ചെയ്തേക്കുന്നത് നമുക്ക് ഡെസിഫർ ചെയ്യാൻ പറ്റാത്ത സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഹാര ആര്യൻസിന്റെ കാര്യം നമ്മൾ പറയുമ്പം സാൻസ്ക്രിറ്റ് ആയിരിക്കാം ലാംഗ്വേജ്, ആര്യൻ ഡിസെന്റിൽപ്പെട്ട ആളുകളാണ്. ഇപ്പൊ രണ്ടും വേറെ വേറെ ആളുകൾ, ആക്ച്വലി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരൊരു ലിവിങ് സ്റ്റൈൽ രൂപീകരിക്കുമ്പം, പുതിയൊരു കൾച്ചർ രൂപീകരിക്കുന്ന സമയത്ത്
രണ്ടുപേരും തമ്മിൽ ഫണ്ടമെന്റലി കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ഹാരപ്പൻസും എന്തൊക്കെയാണ് വേദിക്കും തമ്മിലുള്ള ഡിഫറൻസസ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാരപ്പൻ പീപ്പിൾ ആൻഡ് വേദിക് പീപ്പിൾ? പലപ്പോഴും ഇത് മനസ്സിലാക്കിയാൽ കിട്ടാവുന്ന കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട്ലി. ഈ ഹാരപ്പൻസിന്റെയും വേദിക്കിന്റെയും, അതായത് ഹാരപ്പൻ പീപ്പിളിന്റെയും ആര്യൻ പീപ്പിളിന്റെയും ഡിഫറൻസസ് ഒന്ന് വേഗം പറഞ്ഞു പോയ. ഇപ്പൊ ഇവനൊന്ന് പറഞ്ഞു, ഒന്ന് ഹാരപ്പൻസ് അർബൻ ആണ്, മറ്റേവര് റൂറൽ ആണ്. ഇനിയോ ഓ ആ, രണ്ട് രണ്ടുപേരും കാര്യമായിട്ട് അയൺ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ വേദിക് പീപ്പിൾ ഇൻ ദർ ലേറ്റർ സ്റ്റേജസ് മൈറ്റ് ഹാവ് സ്റ്റാർട്ടഡ് യൂസിങ് അയൺ. ലേറ്റർ വേദിക് പീരീഡിൽ അയൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവരെന്ത് യൂസ് ചെയ്തു അപ്പോ? ബ്രോൺസ്. ഹാരപ്പൻസ് ആര്യൻസ് ബ്രോൺസ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബ്രോൺസിന്റെ യൂസേജ് ഇല്ല. നീ എന്താണ് പറഞ്ഞേ? ഹാരപ്പൻസിന്റെ അവിടെ ഹോഴ്സ് ഇല്ല. ഹോഴ്സ് ഇല്ല എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ സാധനമാണ്. പക്ഷെ നമുക്ക് UPSCയുടെ ആൻസർ കീ വെച്ചിട്ട് ഹോഴ്സ് ഇല്ല എന്ന് എടുക്കാം. വേദിക്കിന്റെ അവിടെ ഹോഴ്സ് ഉണ്ട്. ഇനി വേറെ, ഇവരുടെ പോട്രിയുടെ പേരെന്താ? ബ്ലാക്ക് ഓൺ റെഡ് പോട്രി. ബ്ലാക്ക് ഓൺ റെഡ് പോട്രി. ഇവരുടെ പോട്രിയുടെ പേരെന്താ? പെയിന്റഡ് ഗ്രേവെയർ പോട്രി. 1 2 3 4. ഇനിയോ ഇവര് അർബൻ ഏരിയാസിൽ താമസിച്ചു, ഇവര് റൂറൽ ഏരിയാസിൽ താമസിച്ചു. അർബൻ റൂറൽ. ഇവര് വീടുണ്ടാക്കിയത് ബേൺഡ് ബ്രിക്സ് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ വീട് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവര് വീടുണ്ടാക്കിയതോ? വീടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു കേട്ടോ. മഡ് ബ്രിക്ക് ആണ്. മഡ് ബ്രിക്ക് കൊണ്ടുള്ള ഹൗസസ് ആണ് ഇവരുണ്ടാക്കിയത്. ഇവരെവിടെയാ താമസിച്ചേ? ഇൻദസ്, സരസ്വതി ആ ഭാഗത്താണ്. പക്ഷെ കുറച്ചും കൂടി വലിയൊരു റീജിയനിൽ താമസിച്ചിട്ടുണ്ട്. ഇപ്പം മഹാരാഷ്ട്ര വരെ താമസിച്ചിട്ടുണ്ട്, UPയുടെ തൊട്ടടുത്ത് താമസിച്ചിട്ടുണ്ട്, ഇറാന്റെ ബോർഡറിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷെ വേദിക് പീപ്പിള്, ആര്യൻ പീപ്പിള് കുറെ കൂടി ആ ഒരു സപ്ത സിന്ധു, അതായത് ഇൻഡസിന്റെ അപ്പർ പ്ലെയിനിലാണ് താമസിച്ചേക്കുന്നത്. ഇവർക്ക് കുറച്ചും കൂടി വലിയ ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ടായിരുന്നു ഹാരപ്പൻസിന്, ഇല്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ, ഗുജറാത്ത് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ ആര്യൻസിന്റെ വരുമ്പോഴേക്കും ഗുജറാത്തും അതിന്റെ അടിയിലുള്ള സ്ഥലങ്ങളൊന്നും അവര് താമസിച്ചിട്ടില്ല. ഇവര് സുട്കാജൻഡോർ എന്ന് പറയുന്ന ഇറാന്റെ ബോർഡറിൽ താമസിച്ചിട്ടുണ്ട്. വേദിക്സോ ആര്യൻസോ താമസിച്ചിട്ടില്ല. ആ ഭാഗത്തൊന്നുമില്ല. അവർ ആ മേലെ 5 നദികൾ ഇങ്ങനെ കൂടിച്ചേരുന്ന ആ ഭാഗത്തായിട്ടാണ് മെയിൻലി താമസിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കണേ. അപ്പൊ നിങ്ങൾ എഴുതിയൊന്നും എടുക്കുന്നില്ല, വേഗം ഒന്ന് എഴുതി എടുക്കണേ, അതൊക്കെ എക്സാമിന് വരൂ കേട്ടോ. അപ്പം അതൊക്കെയാണ് നമുക്ക് വേദിക് പീരീഡിനെ പറ്റി പറയാൻ പറ്റുന്നത്. ഹാരപ്പൻസിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. വേദിക് പീരീഡില് ഒരു സ്ക്രിപ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് അറിവില്ല. അവര് വേദങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം എഴുതി വെക്കുന്നില്ല. ഓറൽ ട്രഡീഷൻസ് ആയിട്ട്, വാമൊഴിയായിട്ട് അടുത്ത ജനറേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു സ്ക്രിപ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് അറിവില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വ്യത്യാസങ്ങളെ പറ്റി നമുക്ക് നല്ല ധാരണ വേണേ. പിന്നെ വേദിക് റിലീജിയൻ വ്യത്യാസമില്ലേ? വേദിക് ഗോഡുകൾ ഏതൊക്കെയാ? ഇന്ദ്ര, അഗ്നി, വരുണ, സോമ. ആ ദൈവങ്ങളെയൊന്നും അവിടെ കാണാൻ പറ്റുന്നില്ല. അവർക്ക് പ്രോട്ടോ ശിവ, മദർ ഗോഡസ്, അങ്ങനെയുള്ള കുറെ ദൈവങ്ങളൊക്കെ അവർക്കുള്ളത്. അപ്പം റിലീജിയസ് ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇവര് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. ട്രേഡ് ആൻഡ് കൊമേഴ്സ്, അർബൻ ഏരിയാസിൽ മാനുഫാക്ചറിങ് ഒക്കെ നടത്തി ജീവിക്കുന്ന ആളുകളാണ്. ഇവര് മോസ്റ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ആനിമൽ ഹസ്ബൻഡറി. നോമാഡിക് പീപ്പിൾ അല്ലേ? ആനിമൽ ഹസ്ബൻഡറി പ്ലസ് അഗ്രികൾച്ചർ ആണ്. 2 തരം ആളുകളാണ്. കംപ്ലീറ്റ്ലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 കൾച്ചറൽ ഗ്രൂപ്പ്സ് ആണ്. സാംസ്കാരികമായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസങ്ങൾ ഭയങ്കര വലുതാണ്. അപ്പൊ നമുക്ക് വലിയ വ്യത്യാസങ്ങളുണ്ട്. വേദിക് പീപ്പിൾ ലിംഗ വർഷിപ്പിനെ സപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് തെളിവില്ലടാ. എന്താ നീ അങ്ങനെ ചോദിക്കാൻ കാരണം? എവിടെയെങ്കിലും വായിച്ചിരുന്നോ? ആര്യൻസ് ഇന്ത്യയിൽ വന്ന സമയത്ത്, വേദങ്ങൾ എഴുതിയ സമയത്ത് തുടക്ക ശതർവവേദ എന്ന് പറയുന്നത് ആര്യൻസ് ആ സമയത്ത് കണ്ട, ആര്യൻസ് അല്ലാത്ത ആളുകളുടെ ജീവിത രീതിനെ പറ്റി പറയുന്ന ബുക്കാണ്.
നോൺ ആര്യൻസിന്റെ ജീവിത രീതിയാണ് അഥർവവേദയിൽ പറയുന്നത്. അപ്പം ആര്യൻസ്, ഞാനത് അങ്ങനെ പറയാൻ കാരണം നമുക്ക് ബുക്കിലൊന്നും അവർ ലിംഗ വർഷിപ്പ് ചെയ്തു എന്നുള്ളതായിട്ട് സ്പെസിഫിക്കലി പറയുന്നില്ല. ഐഡൽ വർഷിപ്പ് ഉണ്ടാകുന്നത് തന്നെ, വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന്റെ സൂചന കിട്ടുന്നത് തന്നെ ലേറ്റർ വേദിക് പീരീഡിലാണ്. അപ്പം ഏർലി വേദിക് പീരീഡിൽ ഒരു രീതിയിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നീട് ദയാനന്ദ സരസ്വതി ഒക്കെ വന്ന സമയത്തെ ഐഡൽ വർഷിപ്പ് തെറ്റാണെന്ന് പറയുന്നത് എങ്ങനെയാ? വേദങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടല്ലേ? അപ്പം അതൊരു പ്രോമിനന്റ് പ്രാക്ടീസ് അല്ല. എന്താണെങ്കിലും ഐഡൽ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ ലിംഗ വർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വിഗ്രഹം പോലെ ആയിരിക്കുമല്ലോ അത് ഉണ്ടാക്കുക, അപ്പൊ കാണാൻ പറ്റില്ല. അപ്പൊ വേദിക് പീരീഡിൽ ഉണ്ടാകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ചീഫ്ഡം. അതായത് അവർക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കിങ് ഇല്ല. ഋഗ്വേദിക് രാജൻ നമ്മൾ പഠിച്ചില്ലേ? ഋഗ്വേദിക് രാജന് അൺലിമിറ്റഡ് പവേഴ്സ് ഉണ്ടോ? ബാഹുബലിയിലുള്ള രാജാവിനൊക്കെ ഉള്ള പോലത്തെ അൺലിമിറ്റഡ് പവേഴ്സ് ഉണ്ടോ? അൺലിമിറ്റഡ് പവേഴ്സ് ഇല്ല. അദ്ദേഹത്തിന് നമുക്കൊരു ചീഫ് എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പം സ്റ്റേറ്റ് എന്ന് വിളിക്കില്ല, ചീഫ്ഡം എന്നാ വിളിക്കുക. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റൂളറും റൂൾഡും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇല്ലേ, അത് വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. റൂളർ ഹാവ് ടു കളക്ട് ടാക്സ് ഫ്രം ദി റൂൾഡ്. റൂളർ വിൽ ബി ഹാവിങ് ആൻ ആർമി which will control the ruled. Ruler will be trying to maintain some sort of legitimacy. There will be an administrative structure. There will be coinage. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സ്റ്റേറ്റ് ഫോം ചെയ്തു എന്ന് പറയുന്നത്. റൂളർ ഉണ്ടായാലും മാത്രം പോരാ, ദി റൂളർ ഷുഡ് ഹാവ് വെൽ ഡിഫൈൻഡ് പവേഴ്സ് ഇൻ ഓർഡർ ടു കൺട്രോൾ ദി റൂൾഡ്. ഭരണവർഗത്തിന് ആ ഭരിക്കുന്ന ആളുകളുടെ മേലെ പ്രോപ്പർ കൺട്രോൾ വേണം. അപ്പൊ മാത്രം സ്റ്റേറ്റ് ഫോം ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ചീഫ്ഡം അൺലിമിറ്റഡ് പവേഴ്സ് ഇല്ല, വളരെ ലിമിറ്റഡ് പവേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് ചീഫ്ഡം എന്ന് പറയാം. റിലീജിയന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് ബ്രാഹ്മണിക്കൽ റിലീജിയൻ എന്ന് പറയുന്ന ഒരു പുതിയ റിലീജിയൻ വന്നു. വേദിക് റിലീജിയൻ എന്ന് പറയാറുണ്ട്, ബ്രാഹ്മണിക്കൽ റിലീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഋഗ്വേദിക് പീരീഡിലെ റിലീജിയനെ നമ്മൾ വേദിക് റിലീജിയൻ എന്നും, ലേറ്റർ വേദിക് പീരീഡിലെ റിലീജിയനെ നമ്മൾ ബ്രാഹ്മണിക്കൽ റിലീജിയൻ എന്നുവാ പറയാ. എന്തുകൊണ്ട് അങ്ങനെ രണ്ട് റിലീജിയൻ? വേദിക് പീരീഡിലുള്ള ഗോഡ് എന്ന് പറയുന്നത് വേദങ്ങളിലുള്ള ദൈവങ്ങളാ. വേദിക് പീരീഡിലുള്ള വർഷിപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡോമിനന്റ് മോഡ് ഓഫ് വർഷിപ്പ്. പ്രാർത്ഥിക്കാനായിട്ടുള്ള മേജർ വേ എന്താ? വേദിക് പീരീഡിൽ യാഗങ്ങളുണ്ട്, സാക്രിഫൈസസ് ഉണ്ട്, പക്ഷെ അത് ഡോമിനന്റ് അല്ല. പ്രയേഴ്സ് ആണ്, പ്രാർത്ഥനകളാണ്. കാര്യം ഋഗ്വേദ തന്നെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. മാത്രമല്ല അവിടെ യാഗങ്ങളിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പങ്കെടുക്കാം. യാഗം നടത്താൻ യാഗം ഉണ്ട്, പക്ഷെ വളരെ സെക്കൻഡറി ആയിട്ടുള്ള ഒരു സാധനമാണ്. യാഗങ്ങൾ നടത്താനായിട്ട് ബ്രാഹ്മണന്മാരുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ബ്രാഹ്മണന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഇഗാലിറ്റേറിയൻ റിലീജിയൻ ആയിട്ടാണ് നമുക്ക് വേദങ്ങളിൽ പറയുന്ന മതത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ലേറ്റർ വേദിക് പീരീഡിലോട്ട് വരുന്ന സമയത്ത് യജുർവേദ, സാമവേദ, അഥർവവേദ എന്നൊക്കെ പറയുന്ന ബുക്കിൽ പറയുന്ന മതം എന്ന് പറയുന്നത് അതിൽ നിന്ന് കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ വേദങ്ങളിൽ മൊത്തത്തിൽ ഒരു മതം ഉണ്ടെന്നല്ല, ഋഗ്വേദയിൽ ഒരു മതം, ഋഗ്വേദിക് പീരീഡിന് ഒരു മതം, ലേറ്റർ വേദിക് പീരീഡിനും ലേറ്റർ വേദിക് ബുക്സിനും വേറൊരു മതം. അപ്പം ആദ്യത്തെ മതത്തിന്റെ പേര് വേദിക് റിലീജിയൻ എന്നാണ്. പിന്നീടുള്ള മതത്തിന്റെ പേര് ബ്രാഹ്മണിക്കൽ റിലീജിയൻ എന്നാണ്. ഈ ബ്രാഹ്മണിക്കൽ റിലീജിയന്റെ കണ്ടിന്യൂവേഷൻ ആണ് പിന്നീട് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഞാൻ ഇവിടെ പെട്ടെന്ന് ബ്രാഹ്മണിക്കൽ റിലീജിയൻ എന്ന് എഴുതിയുള്ളൂ, ശരിക്കും ഇത് രണ്ട് റിലീജിയൻ ആണ്. ഇങ്ങനെയൊക്കെ എടുത്തു പറയാൻ കാരണം അവന് ഓപ്ഷനിലുള്ളതാണ്, അവന് തെറ്റുപറ്റരുത് എന്നുള്ളത് കൊണ്ടാണ്. ക്ലാസ്സിൽ GSന്റെ ക്ലാസ്സിൽ നമ്മൾ വെറുതെ ബ്രാഹ്മണിക്കൽ റിലീജിയൻ എന്ന് പറഞ്ഞു പോവാം. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? രണ്ടും തമ്മിൽ ഡിഫറൻസസ് ഉണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? ഡിഫറൻസസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ലിറ്ററേച്ചർ ഉണ്ടോ വേദിക് പീരീഡില്? ആർട്ട് ഉണ്ടോ? പറയടാ, എനിക്കറിയാത്ത ഏത് ആർട്ടാ അവിടെ ഉള്ളത്? ഞാൻ വായിച്ചിട്ടില്ലല്ലോ. വളരെ ഉറപ്പോട് കൂടിയാ പറയുന്നത് ആർട്ടുണ്ടെന്ന്. അവരെന്ത് ചെയ്തു? ആർട്ടിസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്തു ആര്യന്മാര്? ഏറ്റവും മാക്സിമം അവര് ലേറ്റർ വേദിക് പീരീഡിൽ പോട്ടറി ഉണ്ടാക്കി എന്ന് പറയാം. പക്ഷെ അതൊക്കെ നമുക്കൊരു ആർട്ടിസ്റ്റിക് ആയിട്ട് പറയാനായിട്ടുള്ള ഒന്നുമില്ല, തെളിവ് തന്നെ ഇല്ലടാ. അതാണ് അതിലെ പ്രശ്നം. അപ്പൊ ആർട്ടും ആർക്കിടെക്ചറും ഇല്ല. ആർക്കിടെക്ചർ എങ്ങനെ ഉണ്ടാകുന്നേ? ഈ മഡ് ബ്രിക്ക് കൊണ്ട് വീടുണ്ടാക്കി നോമാഡിക് ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ എങ്ങനെ ആർക്കിടെക്ചർ ഉണ്ടാകാൻ? ആ വീട് തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു പ്രോപ്പർ ആർക്കിടെക്ചർ ഇല്ല, പ്രോപ്പർ ആർട്ട് ഇല്ല. ആകെ ഉള്ളത് വേദിക് ലിറ്ററേച്ചർ ആണ്. ലിറ്ററേച്ചർ ഉണ്ട്, വേദിക് ലിറ്ററേച്ചർ എന്ന് പറയും. ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. എടാ, പുരാണങ്ങൾ ഉപനിഷത്ത് ചോദ്യം ശരിയാക്കിയായിരുന്നോ? നീ തെറ്റിച്ച് കാണൂലേ?
നീ എക്സാം എഴുതിയില്ലായിരുന്നു. ഇനി അടുത്തത് ലാംഗ്വേജ്. ഇവര് സാൻസ്ക്രിറ്റിലായിരിക്കാം, കാരണം വേദങ്ങൾ സാൻസ്ക്രിറ്റിലാണല്ലോ എഴുതപ്പെട്ടെ. അപ്പം സാൻസ്ക്രിറ്റ് ഇവര് സംസാരിച്ചിരിക്കാം. പക്ഷെ ഈ സാൻസ്ക്രിറ്റ് നമ്മൾ വിളിക്കുന്നത് വേദിക് സാൻസ്ക്രിറ്റ് എന്നാണ്. കാര്യം വേദങ്ങൾ എഴുതിയേക്കുന്ന സാൻസ്ക്രിറ്റ് അല്ല പിന്നീട് കാളിദാസൻ എഴുതിയേക്കുന്ന സാൻസ്ക്രിറ്റ്. അപ്പോൾ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റും വേദിക് സാൻസ്ക്രിറ്റും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വേദിക് സാൻസ്ക്രിറ്റ് എന്നാ വിളിക്കുന്നത്. അഷ്ടാധ്യായി എന്ന് പറയുന്ന ഒരു ബുക്ക് പാണിനി എഴുതുന്നുണ്ട്. അതിലാണ് ആദ്യമായിട്ട് സാൻസ്ക്രിറ്റ് ഗ്രാമറിന്റെ ബേസിക്സ് വരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന ഒരു നല്ല തരം സാൻസ്ക്രിറ്റ് ഉണ്ടാകുന്നത്. അതിനു മുന്നേ ഉള്ളത് ഒരു കുറെ കൂടി ഒരു ക്രൂഡ് ഫോമിലുള്ള ഒരു സാൻസ്ക്രിറ്റ് ആണ്. അതിനെ നമ്മൾ വേദിക് സാൻസ്ക്രിറ്റ് എന്നാ വിളിക്കുക. എല്ലാ ഭാഷയിലും ഉണ്ടല്ലോ അതിന്റെ ഒരു ആദിമ രൂപമുണ്ട്, പിന്നീട് അത് ഡെവലപ്പ് ചെയ്യുന്ന രൂപമുണ്ട്. ഇപ്പം എഴുത്തച്ഛൻ എഴുതിയതിനു ശേഷം തോന്നില്ലേ മലയാളത്തിന് വേറൊരു രൂപം കൈവന്നേക്കുന്നത്. അതിനു മുമ്പ് മലയാളം വേറെന്തോ രൂപത്തിലായിരുന്നില്ലേ. അതേപോലെ തന്നെ വേദങ്ങളുടെ സാൻസ്ക്രിറ്റ് അല്ല പിന്നീട് കാളിദാസൻ എഴുതുന്ന സാൻസ്ക്രിറ്റ്. അപ്പൊ ഇത് വേദിക് സാൻസ്ക്രിറ്റ് ആണ്. പിന്നെ ഇവിടെ സൊസൈറ്റിയിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. ഋഗ്വേദിക് സൊസൈറ്റി എന്ന് പറയുന്നത് ഇഗാലിറ്റേറിയൻ ആണ്, കാര്യം അവിടെ ചതുർവർണ്ണ സിസ്റ്റം ഇല്ല. ഋഗ്വേദയുടെ 10ാമത്തെ ബുക്കിലാണ് ആദ്യമായിട്ട് പുരുഷ സൂക്ത എന്ന് പറയുന്ന സൂക്തത്തിലൂടെ ചതുർവർണ്ണയെ പറ്റി പറയുന്നത്. ഋഗ്വേദയിലെ 10ാമത്തെ ബുക്ക് എന്താ? ലേറ്റർ വേദിക് പീരീഡിന്റെ ബുക്കാ, ഫാമിലി ബുക്കിൽ പെട്ടതല്ല. എടാ ഞാനിത് വേഗം പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? റിവിഷൻ എടാ ഈ കൊല്ലം പോയി, അടുത്ത കൊല്ലമെങ്കിലും ഇന്ന് തന്നെ റിവിഷനൊക്കെ നടത്തി എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആകണേ. ഒന്നും ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയൊക്കെ നോക്കുക. അപ്പൊ ചതുർവർണ്ണ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അപ്പൊ സൊസൈറ്റീനെ 4 ക്ലാസിഫൈ ചെയ്യുന്നു. ഏറ്റവും മേലെ ബ്രാഹ്മണ, പിന്നെ ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അപ്പൊ ഇങ്ങനെയുള്ളൊരു സൊസൈറ്റി ആയിട്ട് മാറുന്നു. പിന്നെ പോസ്റ്റ് വേദിക് പീരീഡിലോട്ട് വരുമ്പോഴേക്കും ഈ ചീഫ് ഡോക്ക് മാറി 16 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഏതാ? മഹാജനപദ, മഗധയാണ്. ഈ സമയത്ത് ബ്രാഹ്മണിക്കൽ റിലീജിയനെതിരെ വലിയൊരു ഓപ്പോസിഷൻ വരുന്നുണ്ട്. ആ ഓപ്പോസിഷൻ ആണ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ബ്രാഹ്മണിക്കൽ റിലീജിയനിലുള്ള ചതുർവർണ്ണ സിസ്റ്റം എന്ന് പറയുന്ന സോഷ്യൽ ഹയറാർക്കിക്കെതിരെ, ബ്രാഹ്മണിക്കൽ റിലീജിയനിൽ യാഗങ്ങളും ഹോമങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെതിരെ, ഇതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കുറച്ചും കൂടി ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു റിലീജിയൻ വേണമെന്നുള്ള ഒരു ആവശ്യം ഈ സമയത്ത് ഫീൽ ചെയ്യപ്പെടുന്നുണ്ട്. ക്ഷത്രിയന്മാരായിട്ടുള്ള 2 ആളുകൾ എന്ത് ചെയ്യുകയാണ്? പുതിയ മതങ്ങൾ തുടങ്ങുകയാണ്. അതാണ് ബുദ്ധിസം ആൻഡ് ജൈനിസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് എഴുതുന്ന ബുക്കുകളാണ് പോസ്റ്റ് വേദിക് പീരീഡിൽ കൂടുതൽ ഡോമിനന്റ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് വേദിക് പീരീഡ് എന്ന് വിളിക്കുന്നത്, വേദങ്ങൾക്ക് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റേതുമായിട്ടുള്ള കുറെ ബുക്കുകൾ ഈ സമയത്ത് എഴുതപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഈ വേദിക് ലിറ്ററേച്ചറിന്റെ ഒരു കണ്ടിന്യൂവേഷൻ കാണാനും പറ്റുന്നുണ്ട്. അതിന് നമ്മൾ പല രൂപത്തിൽ കാണാം. ഒന്ന്, ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ബ്രാഹ്മണിക്കൽ റിലീജിയന്റെ ഉള്ളിൽ ഈ ചതുർവർണ്ണ സിസ്റ്റം പോലുള്ള പ്രാക്ടീസസിനൊക്കെ എതിരെ ഈ റിലീജിയന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഓപ്പോസിഷൻ ആണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ബുദ്ധിസവും ഉപനിഷത്തും ഒരു കാലഘട്ടത്തിന്റെ പ്രൊഡക്റ്റാ അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ ഓപ്പോസിഷൻ ടു ബ്രാഹ്മണിക്കൽ റിലീജിയൻ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പഠിച്ചേക്കുന്നത്. ഉപനിഷത്തും ജൈനിസവും ബുദ്ധിസവും പഠിച്ചേക്കുന്നത്. അപ്പൊ ഉപനിഷത്ത് ഈ കാലഘട്ടത്തിലെ പ്രൊഡക്റ്റ് ആണ്. വേദാംഗാസ് എന്ന് പറയുന്ന ഒരു സാധനം ഈ സമയത്ത് എഴുതി തുടങ്ങുന്നുണ്ട്. എന്താ വേദാംഗ എന്ന് പറഞ്ഞാല്? ലിംസ് ഓഫ് വേദ, വേദങ്ങളുടെ അംഗം, അതായത് വേദങ്ങളുടെ ബാക്കി എന്നുള്ള അർത്ഥത്തില്. എന്തൊക്കെയാ അതിൽ വരിക? ഓ ആ പിന്നെ കുറച്ചും കൂടി എളുപ്പമുള്ളത് പറഞ്ഞടാ, എല്ലാവർക്കും മനസ്സിലാകുന്നത്. ശരി. അത് അഥർവേദത്തിന്റെ ഉള്ളിലുള്ളതാ. ജ്യോതിഷ, ഗ്രാമർ, വ്യാകരണ, അതായത് വേദങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, വേദങ്ങൾ ഹോമങ്ങൾ ചെയ്യുമ്പം എങ്ങനെയാണ് ഹോമങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് പുതിയ കുറെ കാര്യങ്ങൾ ഉണ്ടാവുന്നു. ജ്യോതിഷ, കൽപ്പ. കൽപ്പ എന്ന് പറഞ്ഞാൽ എന്താ? കൽപ്പസൂത്ര. കൽപ്പസൂത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോമങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വ്യക്തമായ ഒരു ഫോർമുല ഉണ്ട്. അതായത് വീട്ടിൽ നിന്ന് 4 നാഴിക മാറി വടക്കേ മൂലയ്ക്ക് തെക്കോട്ട് തിരിഞ്ഞ് ഇത്ര ചതുശ്ര മീറ്ററിൽ ഒരു സാധനം ഉണ്ടാക്കുക. ഇനി മാത്തമാറ്റിക്കൽ ഫോർമുല വേണ്ടേ? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റയിൽ ശരിക്കും ഇന്ത്യയിൽ
മാത്തമാറ്റിക്സിന്റെ ഉറവിടം എന്ന് പറയുന്നത് കൽപ്പസൂത്രയാണ്. ഈ കൽപ്പസൂത്ര എന്ന് പറയുന്ന ഒരു സാധനം എഴുതുന്നത് യാഗങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഫോർമുല വരുന്നതോട് കൂടിയിട്ടാണ്. അപ്പൊ ഇതെല്ലാം തുടങ്ങുന്നത് പോസ്റ്റ് വേദിക് പീരീഡിൽ നിന്നാണ്. അപ്പം ഈ സമയത്ത് പാലിയും പ്രാകൃതം എന്ന് പറയുന്ന രണ്ട് ലാംഗ്വേജസ് ഭയങ്കര ഡോമിനന്റ് ആയിട്ട് മാറുന്നു. പാലി പ്രാകൃതം എന്ന് പറയുന്ന രണ്ട് ലാംഗ്വേജസ് ഡോമിനന്റ് ആയിട്ട് മാറുന്നു. എന്തുകൊണ്ട് ഇത് രണ്ടും ഡോമിനന്റ് ആയിട്ട് മാറുന്നേ അപ്പാർട്ട് ഫ്രം സാൻസ്ക്രിറ്റ്? കാരണം സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഇത് രണ്ടുമാണ്. അപ്പൊ ഈ രണ്ട് ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ബുദ്ധനും മഹാവീരനും സംസാരിക്കുന്നത് ഈ കോമൺ മാന്റെ ഭാഷയിലാണ്. ഈ സമയത്ത് ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു. അപ്പം ചതുർവർണ്ണ സിസ്റ്റം എന്ന് പറയുന്ന അതിനെ ബേസ് ചെയ്തേക്കുന്ന സൊസൈറ്റി ഒരു അണീക്കൽ സൊസൈറ്റിനെ മാറ്റാനായിട്ട് ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈക്വൽ സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ബുദ്ധിസം ജൈനിസം എന്ന് പറയുന്നത്. കാര്യം ബുദ്ധിസത്തിലും ജൈനിസത്തിലും ചതുർവർണ്ണ സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ ഇയാളുടെ മേലെയാണെന്നുള്ളത് പറയുന്നില്ല. നല്ലവനാണെങ്കിൽ അവനെ ബ്രാഹ്മണൻ എന്നാ വിളിക്കുന്നത്. അതല്ലാതെ ഞാൻ ഈ ഇതിൽ ജനിച്ചതുകൊണ്ട് ഞാൻ നല്ലവനാകും വലിയവനാകും എന്നുള്ള ചിന്താഗതി ഇല്ല. ഇനി മൗര്യൻ പീരീഡിലോട്ട് വരുമ്പോഴേക്കും ഈ മൗര്യൻസ് ശരിക്കും ആരാ? അല്ലടാ, മൗര്യൻസ് എങ്ങനെ ഉണ്ടാകുന്നേ? അതിന്റെ ഒരു ഉറവിടം ഒന്ന് പറയാമോ? ആ അതുണ്ട്, നീ പറഞ്ഞതുണ്ട് ചാണക്യന്റെ ഹെൽപ്പോട് കൂടി. പക്ഷെ എനിക്ക് വേണ്ട പോയിന്റ് ഇതാ, അതായത് 16 മഹാജനപദാസ് ഉണ്ടായിരുന്നു. അതിൽ മഗധ എന്ന് പറയുന്ന ഒരു മഹാജനപദ ഉണ്ടായിരുന്നു. ഈ മഗധ എന്ന് പറയുന്ന മഹാജനപദ അതൊരു എംപയർ ആണ്, സാമ്രാജ്യമാണ്. ആ എംപയറിന് പല ഡയനാസ്റ്റീസ് ഉണ്ടായിരുന്നു, രാജവംശം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ത്യയിൽ പല ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ മഗധ ഭരിക്കുന്ന പല രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ നിങ്ങൾക്കറിയാവുന്ന രാജവംശം ഏതാ? ഹരിയങ്ക ഡൈനാസ്റ്റി. ഹരിയങ്കാസ്, ശിശുനാഗാസ്, നന്ദാസിനെ മാറ്റിയിട്ട് അധികാരത്തിൽ വരുന്ന പുതിയൊരു വിഭാഗമാണ് മൗര്യൻസ്. അപ്പൊ മഗധൻ എംപയറിന്റെ ഭാഗമായിട്ട് വന്ന പുതിയ ഡൈനാസ്റ്റിയാണ് മൗര്യൻ ഡൈനാസ്റ്റി. അപ്പൊ മൗര്യൻസ് വരുന്നതിന് മുന്നേ തന്നെ മഗധൻ എംപയർ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്തിരുന്നു കേട്ടോ. നന്ദാസിന്റെ കീഴിൽ എക്സ്പാൻഡ് ചെയ്തിരുന്നു. ഇവൻ അലക്സാണ്ടർ ഒരു യുദ്ധം ചെയ്യുന്നില്ലല്ലോ. പക്ഷെ മൗര്യൻസ് വരുമ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തുണ്ടാകുന്നത്? ഇന്ത്യ മൊത്തം ഒറ്റ ഇതിൽ കൊണ്ടുവരുന്നത്. ഓൾ ഇന്ത്യ എംപയർ മൗര്യൻസ് ആണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. മൗര്യൻസ് ബുദ്ധിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബുദ്ധിസത്തിന് മാത്രമല്ല ജൈനിസത്തിനും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ബുദ്ധിസവും ജൈനിസവും കുറെ കൂടി ഡോമിനന്റ് ആയിട്ടുള്ള റിലീജിയൻസ് ആയിട്ട് ഇന്ത്യയിൽ മാറുന്നത്. ഈ സമയത്ത് ബുദ്ധിസം ഇന്ത്യയുടെ ഒരു നാഷണൽ റിലീജിയൻ ആണ് താനും. ഈ സമയത്തുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ നോക്കിക്കോ, ആർട്ട്, ആർക്കിടെക്ചറോ എന്ത് വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ, എല്ലാം ബുദ്ധിസത്തിനെയും ജൈനിസത്തിനെയും ബേസ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ എപ്പോഴും റിലീജിയന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് മോണുമെന്റുകളും ആർട്ടും ഉണ്ടാകുക. അത് ഒരു പ്രാവശ്യം UPSCയുടെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഇന്ത്യൻ ഫിലോസഫി ആൻഡ് ഇന്ത്യൻ ട്രഡീഷൻ played a great role in conceiving monuments and art in India. അപ്പൊ എപ്പോഴും എന്തെങ്കിലും റിലീജിയന്റെ ബേസിസിലായിരിക്കും ആർട്ടും ആർക്കിടെക്ചറൊക്കെ വരിക. അപ്പൊ ഇവിടെ റോക്കറ്റ് കേവ്സ് ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് റോക്കറ്റ് കേവ്സ് ഉണ്ടാകുന്നത്? ബുദ്ധമതത്തിലും ജൈനമതത്തിലും അജീവികാസിന്റെ ഇടയിലും ഒരു സന്യാസ ജീവിതത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർ അസറ്റിക്കുകളാണ്, അവരെ ലാളിത്യത്തിന് അംഗീകരിക്കുന്ന ആളുകളാണ്, വളരെ എന്താ പറയാ മിനിമലായിട്ട് ജീവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ്. അപ്പൊ അവർക്ക് താമസിക്കാനായിട്ട് വലിയ കൊട്ടാരങ്ങളൊന്നും പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? റോക്കറ്റ് കേവ്സിന്റെ ഉള്ളിൽ താമസിച്ചു. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ റോക്കറ്റ് കേവ് ഏതാ? അശോകൻ ബരാബർ ഹിൽസിൽ പണിയുന്ന സുദാമാൻ ലോമസ് ഋഷി എന്ന് പറയുന്ന കേവ്സ്. പിന്നീട് അദ്ദേഹത്തിന്റെ സക്സസർ വേറെ നാഗാർജുനി ഹിൽസിൽ പണിയുന്നുണ്ട്. പിന്നെ അതൊരു ശീലമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ റോക്കറ്റ് കേവ്സ് വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് ബുദ്ധിസ്റ്റുകൾക്കും ജൈനന്മാർക്കും താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ സമയത്ത് സ്തൂപാസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. സ്തൂപ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധന്റെ റിലിക്സ് ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് കുഴിച്ചിട്ടിട്ട് ഒരു മെമ്മോറിയൽ, ഒരു സ്മാരകം എന്നുള്ള രൂപത്തിൽ, കമ്മമറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്ന രൂപത്തിൽ സ്തൂപ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ബുദ്ധിസമായിട്ട് കണക്റ്റഡ് ആണോ? കണക്റ്റഡ് ആണ്. ഈ സമയത്ത് പില്ലേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. മൗര്യൻ പില്ലർ ആർട്ട് എന്ന് പറയും. ഈ മൗര്യൻ പില്ലർ എന്തിനാ ഉണ്ടാക്കുന്നേ? അശോകന് കുറച്ച് കാര്യങ്ങൾ പറയണം. എസ്പെഷ്യലി ധർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുറെ പ്രിൻസിപ്പിൾസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം.
നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, നല്ലവരായി നിൽക്കണം, മക്കളോട് സ്നേഹം കാണിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, ടീച്ചർമാരോട് കാലുതൊട്ട് വന്ദിക്കണം, ഇങ്ങനെയുള്ള കുറെ അതും ഇതും പറയാൻ വേണ്ടിയിട്ട് പുള്ളി എന്ത് ചെയ്തു, അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചു. ഒന്ന് റോക്കിലാണ് എഴുതിയത്, അതിന് നമ്മൾ റോക്ക് എഡിക്റ്റ് എന്ന് പറയും. പിന്നെ പില്ലറിലാണ് ചെയ്തത്, അതിന് നമ്മൾ പില്ലർ എഡിക്റ്റ് എന്ന് പറയും. ഈ പില്ലറിന് എന്തെങ്കിലും ബുദ്ധിസത്ത് ആയിട്ട് ബന്ധമുണ്ടോ? പില്ലറും ബുദ്ധിസമായിട്ട് ബന്ധമുണ്ടോ? പില്ലറിലുള്ള പല വസ്തുക്കൾക്കും ബുദ്ധിസമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പം ഇൻവേർട്ടഡ് ലോട്ടസ്, ലോട്ടസ് എന്തിനാ കാണിക്കുന്നത്? ഓ, ബുദ്ധന്റെ ബർത്താണ്. സിംഹമോ? ഞാൻ ക്ലാസ് എടുത്ത സമയത്തെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും അത് തള്ളാറുണ്ട്, ഇങ്ങനെ പറഞ്ഞിരുന്നു ബുദ്ധനെ സാക്യ സിംഹ എന്ന് വിളിക്കൂന്ന്. സിംഹ സാക്യ മുനിയാണ് എക്സാമിന് വന്നത്, അത് ശരിയാക്കിയായിരുന്നോടാ? സാക്യ ക്ലാനിലാണെന്ന് ക്ലാസ്സിലൊക്കെ ഇതിൽ സ്ലൈഡിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ സാക്യ ക്ലാനിലുള്ള ഒരാളെ സാക്യ മുനി എന്ന് വിളിച്ചൂടെ? അയ്യോ, അങ്ങനെയൊക്കെ ആട്ടോ ഇതിന്റെ ഉത്തരം കിട്ടുള്ളൂ. അതല്ലാതെ ബുദ്ധനെ വിളിക്കുന്ന പേരുകൾ, ഇത് ഇവിടെ തീരും ക്ലാസ്? അല്ലെങ്കിൽ അൺ അക്കാഡമിയിലെ സാറാകണം ഞാൻ. ഏത് 1000 മണിക്കൂർ ക്ലാസ് എല്ലാ ദിവസവും? നീ എഴുതിയോ അത്? ഏ ആ, ശരിയായോ നിന്റെ? എന്തെങ്കിലും കാണിച്ചോ, ശരിയായാ മതി. അപ്പം ഈ പില്ലറിലും എന്താണ്, ഒരു ബുദ്ധിസ്റ്റ് സിംബോളിസം ഉണ്ട്. പിന്നെ അശോകൻ വലിയ രാജാവ്, അവർ വലിയ രാജാക്കന്മാരായതുകൊണ്ട് പാലസ് പണിതിട്ടുണ്ട്. പിന്നെ കുറെ സ്കൾപ്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഈ സമയത്ത്. സ്കൾപ്ചേഴ്സ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് സ്തൂപയിൽ കുറെ സ്കൾപ്ചർ ഉണ്ട്, പില്ലറിൽ കുറെ സ്കൾപ്ചർ ഉണ്ട്. കൊത്തുപണിയാണല്ലോ, അപ്പൊ ഇതിൽ രണ്ടിലും കൊത്തുപണികളുണ്ട്. അത് കൂടാതെ ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള സ്കൾപ്ചറും ഉണ്ട്. ഫ്രീ സ്റ്റാൻഡിങ് സ്കൾപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു പ്രതിമ, ഇങ്ങനെ നിൽക്കുന്ന പ്രതിമ. ഏതൊക്കെയാ പ്രതിമ? ഓ, ആ, ഒരു എലിഫന്റ് ഉണ്ട്, ദൗളി എലിഫന്റ്. പിന്നെയോ? ആ, പാർക്കം യക്ഷ, ദിദർഗഞ്ചി യക്ഷിണി. ആ ദിദർഗഞ്ചി യക്ഷിണിയൊക്കെ ആണുങ്ങൾ വായിച്ച ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. അത്ര രോമാഞ്ച പുളകിതമായിട്ടാണ് അതിനെ വർണ്ണിച്ചേക്കുന്നത്. നിങ്ങളൊന്നും അത് വായിക്കാത്തത് കൊണ്ട് ഓർക്കാത്തതാട്ടോ. എടാ, പടം ഓർന്നു വരുമ്പോ ആ പേരും കൂടി ഒന്ന് ഓർത്ത് വെച്ചൂടെ? പടം ഓർമ്മോന്ന് പോലും. ആടാ, തരാടാ, പടം തരാം. എന്റെ കടമയാ, ഞാൻ അയച്ചു തരാം നിനക്ക് വാട്സപ്പില്. ദിദർഗഞ്ചി യക്ഷിണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തീയൊക്കെ. ഏ എടാ, ക്ലാസ്സില് പഠിപ്പിച്ചിരുന്നു ഈ ദിദർഗഞ്ചി യക്ഷിണിയൊക്കെ. ഈ പ്രാകൃത്, ഈ സമയത്ത് പ്രാകൃത് ഒരു ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് ആയിട്ട് വളരുന്നു. എന്തുകൊണ്ടാണ് പ്രാകൃത് ഇന്ത്യയിൽ ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് ആയിട്ട് വളർന്നു എന്ന് ഞാൻ പറയുന്നത്? ഒരു തെളിവ് പറയും നിങ്ങള്. ആ, അശോകൻ ധർമ്മ എന്ന് പറയുന്ന സാധനം പറയാനായിട്ട് കല്ലിലും പില്ലറിലൊക്കെ എന്തോ എഴുതി വെച്ചില്ലേ? അത് ഏത് ഭാഷയില? പ്രാകൃതില. ആ, അപ്പൊ പ്രാകൃത് ഒരു നാഷണൽ ലാംഗ്വേജ് ആയിട്ട് മാറുന്നു. ഇനി പോസ്റ്റ് മൗര്യൻ പീരീഡില് ഈ ഓൾ ഇന്ത്യ എംപയർ മാറി റീജിയണൽ എംപയേഴ്സ് ഉണ്ടാവുന്നു. ഉം. അല്ലെ? ഇന്ത്യയിൽ അങ്ങനെയാണല്ലോ എപ്പോഴും ട്രാൻസിഷൻ. ഓൾ ഇന്ത്യ എംപയർ, റീജിയണൽ എംപയർ, ഓൾ ഇന്ത്യ എംപയർ, റീജിയണൽ എംപയർ, അങ്ങനെയാ പോവുക. അപ്പം ഈ സമയത്താണ് ബുദ്ധിസ്റ്റ്, ഇപ്പൊ പുതിയ മതങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, പക്ഷെ പഴയ മെയിൻ മതങ്ങളുണ്ടല്ലോ, ബുദ്ധിസവും ബ്രാഹ്മണിക്കൽ റിലീജനും, അതിന്റെ ഉള്ളിൽ തന്നെ ഫർദർ ഡെവലപ്മെന്റ് നടക്കുന്നു. ബുദ്ധിസത്തിന്റെ ഉള്ളിൽ മഹായന ബുദ്ധിസം എന്ന് പറയുന്ന ഒരു ബുദ്ധിസം ഉണ്ടാവുന്നു. എന്തൊക്കെയാ മഹായന ബുദ്ധിസത്തിന്റെ ഫീച്ചേഴ്സ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ഐഡൽ വർഷിപ്പ്, ബോധിസത്വാസ്, ബുദ്ധൻ, ബുദ്ധന് ഡിവിനിറ്റി വരുന്നു, ബുദ്ധൻ ഒരു ദൈവത്തിനെ പോലെ ആവുന്നു. പിന്നെ ഈ സമയത്ത് വരുന്നതാണ് പുരാണാസ്. കാര്യം ബ്രാഹ്മണിക്കൽ റിലീജിയന്റെ ഉള്ളിൽ പുതിയ കുറെ ദൈവങ്ങൾ പുരാണങ്ങളിലൂടെ വരുന്നു. വിഷ്ണുവിന്റെ അവതാരങ്ങളൊക്കെ വരുന്നത് ഈ സമയത്താണ്. ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോഴേക്കും പുതിയതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ, പണ്ടത്തതിന്റെ കണ്ടിന്യൂവേഷനാ വരിക. ഇപ്പൊ പോസ്റ്റ് മൗര്യൻ പീരീഡിൽ എന്തെങ്കിലും പില്ലർ ഉണ്ടാകുന്നുണ്ടോ? 2022 പ്രിലിംസ് ക്വസ്റ്റ്യനാ. സ്ഥലം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബസ്നാഗർ. ഹിലിയോഡോറസിന്റെ ഒരു പില്ലർ. ആ ഹിലിയോഡോറസിന്റെ പില്ലർ എന്ന് പറയുന്നത് മൗര്യൻ പില്ലർ പോലെ ഇരിക്കുന്നത്. അപ്പൊ മൗര്യൻ പില്ലറിന്റെ ആ ഒരു പില്ലർ ഇല്ലേ, അതിന് കണ്ടിന്യൂറ്റി ഉണ്ട് ഇന്ത്യയിൽ, അതിനൊരു തുടർച്ചയുണ്ട്. ആ തുടർച്ചയാണ് ഹിലിയോഡോറസിന്റെ പില്ലറായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷെ മൗര്യൻ പില്ലറിന്റെ
കണ്ടന്റോ മൗര്യൻ പില്ലറിന്റെ ഒബ്ജക്റ്റീവോ അല്ല ഹിലിയോഡോറസിന്റെ പില്ലറിന്. ഹിലിയോഡോറസിന്റെ പില്ലറിന്റെ ഉദ്ദേശം എന്താ? ഇന്ത്യയിൽ എന്താണ് അതിലൂടെ തുടങ്ങുന്നത്? ഇന്ത്യയുടെ റിലീജിയനിൽ വലിയൊരു തുടക്കം അവിടെ മുതലാ ഉണ്ടാകുന്നത്, ആ ഹിലിയോഡോറസിന്റെ പില്ലർ മുതൽ. വൈഷ്ണവിസം, വിഷ്ണുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി തുടങ്ങുകയാണ്. അപ്പൊ പുരാണങ്ങളിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നു, അത് ബിൽഡിങ്ങിലും വിസിബിൾ ആവുന്നു. ഈ മഹായാന ബുദ്ധിസം വരുന്നത് കൊണ്ടിട്ട് എന്തെങ്കിലും രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ ആർട്ടിലും ആർക്കിടെക്ചറിലും ഉണ്ടാകുന്നുണ്ടോ? മഹായാന ബുദ്ധിസം എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആർട്ടിന് കാരണമാകുന്നുണ്ടോ? നിങ്ങൾ മഹായാന ബുദ്ധിസത്തിന്റെ ഫീച്ചർ പറഞ്ഞപ്പോ പറഞ്ഞു ബുദ്ധനെ ദൈവമായിട്ട് കാണുന്നു എന്നും പറഞ്ഞു, വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയെന്നും പറഞ്ഞു. ഗാന്ധാര ആർട്ട്, മധുര ആർട്ടും പോസ്റ്റ് മൗര്യൻ പീരീഡിൽ വന്നതാണ്. ബുദ്ധന്റെയും ബോധിസത്വാസിന്റെയും ജൈനന്മാരുടെയും ഈവൻ ഹിന്ദു ഡൈറ്റീസിന്റെ ഒക്കെ പ്രതിമകൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ രണ്ട് സ്കൂൾസ് ഓഫ് ആർട്ട്, വിഗ്രഹങ്ങൾ പണിയുന്ന രണ്ട് ടൈപ്പ് ഓഫ് ട്രഡീഷൻസ്, മധുര ആർട്ട്, ഗാന്ധാര ആർട്ട്. സ്തൂപ ഈ സമയത്ത് ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ടോ? സ്തൂപ പ്രീ മൗര്യൻ പീരീഡിലും പോലും ഉണ്ടെന്നാ പറയുന്നത്. എന്തായാലും മൗര്യൻ പീരീഡിൽ മെയിൻലി ഒരു അത്യാവശ്യം നല്ല സ്തൂപാസ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഫ്ലറിഷിംഗ് പീരീഡ് പോസ്റ്റ് മൗര്യൻ പീരീഡ് ആണ്. സ്തൂപാസ് ഒന്ന് ഫ്ലറിഷ് ചെയ്യുന്നത് പോസ്റ്റ് മൗര്യൻ പീരീഡിലാണ്. റോക്കറ്റ് കേവ്സും ഫ്ലറിഷ് ചെയ്യുന്നുണ്ടാവൂലേ? അപ്പം സ്തൂപാസ്, റോക്കറ്റ് കേവ്സ്, സ്കൾപ്ചർ, പില്ലർ, ഈ പറയുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ പുതിയതായിട്ട് ഒരു കംപ്ലീറ്റ്ലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. ഇന്നോവേഷൻസ് ഒന്നുമില്ല. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്, ഇതിന്റെ ഇംപ്രൂവൈസേഷൻ ആണ്. ഇപ്പം മൗര്യൻ പീരീഡില് പില്ലർ പണിതു, അത് പുതിയൊരു സാധനമല്ലേ? അതേപോലത്തെ പുതുമയൊന്നുമില്ല. മറ്റേതിന്റെ ഇംപ്രൂവൈസ്ഡ് വേർഷൻസ് ആണ് ഇവിടെ വരുന്നത്. സാൻസ്ക്രിറ്റ് ആദ്യമായിട്ട്, സാൻസ്ക്രിറ്റിന് വീണ്ടും ഇമ്പോർട്ടൻസ് വരുന്നു. കുറെ നാളെ പാലി പ്രാകൃതത്തിന്റെ ഒക്കെ കളികൾക്ക് ശേഷം വീണ്ടും സാൻസ്ക്രിറ്റിന് ഇമ്പോർട്ടൻസ് വരുന്നു. അതെങ്ങനെയാ ഞാൻ പറയാൻ കാരണം? സാൻസ്ക്രിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട എന്ത് സാധനമാണ് പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഉണ്ടാകുന്നത്? പറയടി. അതല്ലാത്തൊരു സാധനം ഉണ്ട്. പുരാണങ്ങൾ എഴുതുന്ന സാൻസ്ക്രിറ്റിലാണ്, അതല്ലാതെ. ഓ, എന്താടാ? ആ റിലീജിയൻ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സാൻസ്ക്രിറ്റിന്റെ ഇമ്പോർട്ടൻസ് കൂടിയേക്കാം. പക്ഷെ സാൻസ്ക്രിറ്റിന്റെ ഇമ്പോർട്ടൻസ് കൂടി എന്നുള്ളതിന്റെ ഒരു തെളിവ് എനിക്ക് വേണം. എപ്പിക്സ് വരുന്നുണ്ട്. ഒരു എഡിക്റ്റാ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് എൻ്റെ ഉള്ളിലുള്ളത്. ജുനാഗഡിൽ രുദ്രദാമന്റെ ആദ്യത്തെ റോയൽ സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻ വരികയാണ്. അശോകൻ ഇന്ത്യയിൽ കുറെ ഇൻസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടുണ്ട്, അതെല്ലാം പ്രാകൃതിലാണ്. അതിനുശേഷം ആദ്യമായിട്ട് സാൻസ്ക്രിറ്റിൽ ഒരു റോയൽ ഇൻസ്ക്രിപ്ഷൻ എഴുതി ജുനാഗഡിൽ. അതിനുശേഷം നിങ്ങൾ ഗുപ്ത പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റോയൽ ഇൻസ്ക്രിപ്ഷൻസും, രാജാവ് എഴുതിയേക്കുന്ന എല്ലാ എഴുത്തുകളും സാൻസ്ക്രിറ്റിലാണ്. അപ്പം അശോകൻ പ്രാകൃതത്തിൽ എഴുതി, ഗുപ്ത പീരീഡിൽ സാൻസ്ക്രിറ്റിൽ എഴുതി. അതിന്റെ ഇടയിൽ ഒരൊറ്റ സാൻസ്ക്രിറ്റിനെ മാത്രം പോസ്റ്റ് മൗര്യൻ പീരീഡിൽ വരുന്നുണ്ട്. അപ്പൊ ഒരു ട്രാൻസിഷണൽ ഫേസാ ലാംഗ്വേജിന്റെ കാര്യത്തിൽ. ഗുപ്ത പീരീഡിലോട്ട് വരുന്ന സമയത്തെ, ഗുപ്ത പീരീഡിൽ അവർ അടുത്തൊരു ഓൾ ഇന്ത്യ എംപയർ ആണ്. അവർ ഹിന്ദു മതത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ പുരാണങ്ങൾ വരുന്നതോട് കൂടിയിട്ട് ഹിന്ദുമതം കുറെ കൂടി ഡെമോക്രറ്റൈസ്ഡ് ആകുന്നു. അങ്ങനെ ഹിന്ദുവിസം ഇന്ത്യയുടെ വലിയ റിലീജിയൻ ആയിട്ട് മാറുന്നു. ആദ്യമായിട്ട് ഇവിടെ പുതിയതായിട്ട് വന്നൊരു സാധനമാണ് ടെമ്പിള്. ഈ പറയുന്ന സാധനങ്ങളെല്ലാം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പല രൂപത്തിൽ, ഇല്ലേ? പക്ഷെ ടെമ്പിൾ പുതിയതായിട്ട് വന്നൊരു സംഭവമാണ്. കാര്യം ഹിന്ദുവിസം വരുമ്പം എന്തായാലും ടെമ്പിൾസ് ഉണ്ടാവും. പുരാണങ്ങൾ വരുമ്പം വിഷ്ണുവിന്റെ അവതാരങ്ങളൊക്കെ ഉണ്ടാവുന്നു, അവർക്ക് വേണ്ടി ടെമ്പിൾസ് ഉണ്ടാവുന്നു. അപ്പൊ ടെമ്പിൾസ് ഉണ്ടാവുന്നു. ഇതൊന്ന് വരച്ചെടുത്തിട്ട് ഇത് നല്ലോണം വീണ്ടും വീണ്ടും വായിക്കണേ. നിങ്ങൾ ഓർക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല, പക്ഷെ ഇതും മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനുള്ള ഒരു ബോധം വരും. മനസ്സിലായോ? ഇതാണ് ബേസ്. ഇതറിയണം എന്താണെങ്കിലും. വീണ്ടും വീണ്ടും ആ ഒരു കണക്ഷൻ കിട്ടുന്നത് വരെ നോക്കുക. നിങ്ങളുടെ റിവിഷൻ വളരെ മോശമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. റിവിഷൻ നടത്തുന്നേ ഇല്ല. ഇങ്ങനെയല്ല നിങ്ങൾ ഒരു വർഷത്തിന് ശേഷം കാര്യങ്ങൾ പറയേണ്ടത് ക്ലാസ്സിൽ. ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലാത്ത പുതിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം നിങ്ങൾ ഒന്നും കൂടി റിവിഷനൊക്കെ നടത്തി സെറ്റ് ആകണം. ഈ രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം പ്രിലിംസ് ക്ലിയർ ചെയ്യൂല. അപ്പം ഒന്നും കൂടി ഒന്ന് ഇരുന്ന് പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം, ഒന്നും കൂടി ഒന്ന്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഇങ്ങനെയൊക്കെയാണ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരാനുള്ള ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പെയിന്റിംഗ് ആണ്. ആ പെയിന്റിങ് ചോദിക്കുന്ന സമയത്ത് ആ പെയിന്റിങ്ങിലൂടെ എങ്ങനെയാണ് നമുക്ക് ആ കാലഘട്ടത്തിന്റെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി വരാം. അങ്ങനെ ചോദ്യം വരാം.
ആ പെയിന്റിങ്ങിന്റെ സ്പെസിഫിക്കേഷൻസ്, ആ പെയിന്റിങ്ങിന്റെ എസ്തെറ്റിക് ബ്യൂട്ടിനെ പറ്റി ചോദ്യം വരാം. അതല്ലാതെ ആ പെയിന്റിങ്ങിലൂടെ എങ്ങനെയാണ് അന്നത്തെ ഹിസ്റ്ററിനെ പറ്റിയിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, ഹൗ ദി പ്രീ ഹിസ്റ്റോറിക് റോക്കറ്റ് പെയിന്റിംഗ് ആക്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി, അങ്ങനെയും ചോദ്യം വരാം. എസ്പെഷ്യലി മെസോലിത്തിക് ആർട്ട് എന്ന് പറയുന്ന, മെസോലിത്തിക് പെയിന്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ബിംബേഡ്കയിൽ കാണുന്നത് മെസോലിത്തിക് ആർട്ടാണ്. അതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സംഭവം. അപ്പൊ അതിൽ നിന്ന് ചോദ്യം എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. ഹാരപ്പൻ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹാരപ്പൻ കൾച്ചറിന്റെ ജനറൽ ഫീച്ചേഴ്സ് പഠിക്കണം, അറിയണം. അത് പിന്നെ നിങ്ങൾ എല്ലാവരും ഏൻഷ്യന്റിന്റെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവൂല. അതല്ലാതെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്, ഒന്ന് അവരുടെ ടൗൺ പ്ലാനിങ്. ടൗൺ പ്ലാനിങ് എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും ആദ്യം ഏറ്റവും വലിയ ടൈപ്പ് ഓഫ് പ്ലാൻ ചിന്തിക്കുക, സിറ്റാഡൽ, ലോവർ ടൗൺ. ഒരുവിധം എല്ലാ ഹാരപ്പൻ ടൗണും സിറ്റാഡൽ, ലോവർ ടൗൺ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷം സിറ്റാഡലിനെ പറ്റി ചിന്തിക്കുക. അപ്പൊ എന്ത് കിട്ടും? ആ ഗ്രിഡ് സിസ്റ്റം ഉണ്ടാവും. എല്ലാ സ്ട്രീറ്റും റൈറ്റ് ആംഗിളിലാണ് കട്ട് ചെയ്യുന്നത്, ഗ്രിഡ് സിസ്റ്റം. ആ ഗ്രിഡ് സിസ്റ്റത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്ത് ചിന്തിക്കണം? ഡ്രെയിനേജിനെ പറ്റി ചിന്തിക്കുക. കാര്യം എടാ, ഇത് ഒരു ഹാരപ്പൻ ടൗണ്, ഇത് സിറ്റാഡല്, ഇത് ലോവർ ടൗൺ. ഇതാണ് ഒരു മേജർ ക്ലാസിഫിക്കേഷൻ ടൗൺ പ്ലാനിങ്ങിൽ. സിറ്റാഡലില് സ്ട്രീറ്റുകൾ റൈറ്റ് ആംഗിളിലാണ്, അതായത് ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്, കണ്ടോ? ഇത് ടൗൺ പ്ലാനിങ് അല്ലേ? ലോവർ ടൗണിൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കുറവാ, ഇങ്ങനെ ഗ്രിഡ് പാറ്റേൺ ഒന്നും കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇനി ഗ്രിഡ് പാറ്റേൺ പഠിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതല്ലേ ഈ റോഡിന്റെ, ഈ സ്ട്രീറ്റിന്റെ സൈഡിലായിട്ട് ഡ്രെയിനേജ് ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ഡ്രെയിനേജ് അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചാൽ മതി, അപ്പൊ ആലോചിക്കാം. ഇനി ഇതിന്റെ അടുത്ത് പിന്നെ ഉള്ളത് എന്താ? വീട്. അപ്പൊ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ പഠിക്കണ്ടേ? ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ പഠിക്കണം. ഇപ്പൊ സിറ്റാഡൽ, ലോവർ ടൗൺ, ഗ്രിഡ് പാറ്റേൺ, ഡ്രെയിനേജ്, ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അറിയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്, ഈ സിറ്റാഡലിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് അക്രോസ് ദി ഹാരപ്പൻ കൾച്ചർ. ഹാരപ്പൻ കൾച്ചറിന്റെ മൊത്തത്തില് സിറ്റാഡലിലുള്ള ഇമ്പോർട്ടന്റ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? വേഗം പറഞ്ഞേ, അറിയാവുന്നത്. ഗ്രേറ്റ് ബാത്ത്, കോളേജ് ഓഫ് പ്രീസ്റ്റ്, ഗ്രാനറി, ഫയർ അൾട്ടാർ, ഡോക്യാർഡ്, സ്റ്റേഡിയം. ഒരു സ്റ്റേഡിയം ഉണ്ട് ദൊളവീരയിലോ എന്തോ, ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല അത്. ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചർ ഇല്ലേ, ദൊളവീരയിലുണ്ട്. അപ്പൊ ഇത്രയും സ്ട്രക്ചേഴ്സ് ഉണ്ടെന്നുള്ളതൊന്നും അറിയണേ. അത് എഴുതി പുതിയതായിട്ടൊന്നും എഴുതി എടുക്കണ്ട, പണ്ട് ക്ലാസ്സിലുള്ളത് റിവിഷൻ നടത്തിയാൽ മതി. എടി അമൃത എന്നല്ലേ നിന്റെ പേര്? ഫേസ്ബുക്കിൽ അറിയാം. അല്ല, ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നതുകൊണ്ട് പേര് കണ്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അറിയേണ്ടത് ഹാരപ്പൻ ക്രാഫ്റ്റ് ആണ്. ഹാരപ്പൻസ് ഉണ്ടാക്കിയേക്കുന്ന പലതരം ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ പിന്നീട് പറയാട്ടോ എന്തൊക്കെയാന്ന്. പിന്നെ ഹാരപ്പൻസിന്റെ സ്കൾപ്ചർ. സ്കൾപ്ചർ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ ഓൾറെഡി സ്കൾപ്ചറിനെ പല രൂപത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ പല ടൈപ്പ് ഓഫ് സ്കൾപ്ചർ? ഒന്ന്, എന്തുകൊണ്ടാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട്. ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കാം, ടെറാക്കോട്ട കൊണ്ട് ഉണ്ടാക്കാം, സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കാം, വുഡ് കൊണ്ട് ഉണ്ടാക്കാം. ഇതെല്ലാം സ്കൾപ്ചർ തന്നെയാണ്. മെറ്റീരിയൽസ് മാറാം. ടൈപ്പ് നോക്കിക്കഴിഞ്ഞാല് ഫ്രീ സ്റ്റാൻഡിങ് ആകാം, റിലീഫ് ആകാം. എന്താ ഫ്രീ സ്റ്റാൻഡിങ്, എന്താ റിലീഫ്? ഫ്രീ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞപ്പോ എന്നെ പ്രതിമയാക്കി, അപ്പൊ ഞാൻ ഫ്രീ സ്റ്റാൻഡിങ് സ്കൾപ്ചർ ആണ്. ഈ ഭിത്തിനോട് ചേർത്തത് ഇതേപോലെയൊക്കെ കൊത്തുപണി ചെയ്ത് വെച്ചാൽ അതാണ് റിലീഫ് സ്കൾപ്ചർ. റിലീഫ് സ്കൾപ്ചർ. അപ്പൊ ഫ്രീ സ്റ്റാൻഡിങ് ഉണ്ട്, റിലീഫും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ സ്കൾപ്ചർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വെച്ചിട്ട് കാർവിങ് ഉണ്ട്. എന്താ കാർവിങ്? ഇങ്ങനെ ഇങ്ങനെ കൊത്തിയെടുക്കുന്നത്. കാസ്റ്റിംഗ് ഉണ്ട്. എന്താ കാസ്റ്റിംഗ്? ഉരുക്കി ഒരു സാധനത്തിലോട്ട് ഒഴിച്ച് അങ്ങനെ എടുക്കുന്നത്. പിന്നെ മോൾഡിങ് ഉണ്ട്. അല്ല,
മോൾഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോൾഡ് ചെയ്ത് കൈ കൊണ്ട് ഇങ്ങനെ പോട്രി ഒക്കെ ഉണ്ടാക്കൂലേ? അങ്ങനെ പറയുമെങ്കിൽ രണ്ടും വേറെ പ്രോസസ്സാ. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഡാൻസിങ് ഗേൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ, അതായത് ഒരു സാധനം അതിലോട്ട് ഒഴിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നേ, അതാണ് കാസ്റ്റ് ചെയ്യാന്ന് പറയാ. മോൾഡ് ചെയ്യാന്ന് പൊതുവെ നമ്മൾ പറയുന്നത് ഇങ്ങനെ കൈ കൊണ്ട് മോൾഡ് ചെയ്ത് എടുക്കുന്നതാ. കൈ കൊണ്ട് ഇങ്ങനെ, ഇപ്പൊ ടെറാക്കോട്ട എങ്ങനെ ഉണ്ടാക്കുന്നത്? കളിമണ്ണ് ഇങ്ങനെ കൈ വെച്ച് പണിതല്ലേ ഉണ്ടാക്കുന്നത്, അതാണ് മോൾഡിങ്. അപ്പൊ ഇതെല്ലാം സ്കൾപ്ചർ ആണ് കേട്ടോ. അപ്പൊ സ്കൾപ്ചർ എന്ന് പറയുമ്പോഴേക്കും അതിനെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കാൻ പറ്റണം എന്താ സ്കൾപ്ചർ എന്നുള്ളത്. അപ്പൊ ഹാരപ്പൻസിന്റെ സ്കൾപ്ചർ എന്തൊക്കെയാ എന്ന് വേഗം പറഞ്ഞേ, നിങ്ങൾക്കറിയാവുന്നത്. സ്റ്റോണിലുള്ളത് പറയൂ ആദ്യം. പ്രീസ്റ്റിക്കിങ് കാർവിംഗ് ആണോ, കാസ്റ്റിംഗ് ആണോ, മോൾഡിംഗ് ആണോ? കാർവിംഗ് കല്ലിൽ കൊത്തിയെടുക്കുന്നതല്ലേടാ അത്. ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കോ? ഹ, ഇവിടെ കുറച്ച് കൂടുതലാ, ചെവി പറിച്ചെടുത്തേക്കാം. അപ്പൊ പ്രീസ്റ്റിക്കിങ്. പിന്നെയോ? ഏ ആ, ഒരു മെയിൽ ടോർസോ ഉണ്ട്. പിന്നെ ഓ, ഡാൻസിങ് ഗേൾ ഉണ്ട്. ഡാൻസിങ് ഗേൾ എന്താ? കാസ്റ്റിംഗ് ആണ്. എന്തിലാ ഉണ്ടാക്കിയേക്കുന്നത്? ബ്രോൺസിലാണ്. പിന്നെ ഒരു ബുള്ളുണ്ട്, ഒരു മോഹൻജദാരോ എന്ന് കെട്ടിയേക്കുന്ന ഒരു ബുള്ളുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? ടെറാക്കോട്ട ഉണ്ട്. ടെറാക്കോട്ടയും സ്കൾപ്ചറാണ്. നിങ്ങൾ എഴുതൊന്നും വേണ്ട, ഇതൊക്കെ അയ്യോ, ഇതൊക്കെ നോട്ടായിട്ട് എഴുതിയെടുക്കണം. എഴുതുന്നുണ്ടോടി? ഏ എന്താ? എടാ പി പി ടി എഴുതിയെടുക്കാണോ നീ? എടാ ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അത് ഇതും എഴുതിയെടുക്കുക, ഈ പറയുന്ന കാര്യങ്ങളാ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആർട്ട് ആൻഡ് കൾച്ചർ ബ്രോഡ്ലി അറിഞ്ഞാൽ മതി, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമൊന്നും ഇല്ല. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തില്ലേ, സ്പെസിഫിക് ആയിരുന്നു ഒന്നും, ബ്രോഡാണ് ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ ഓരോ കാലഘട്ടത്തിലും എങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടായെന്ന് അറിഞ്ഞാല് ചോദ്യം വരുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ആൻസർ എഴുതാൻ എളുപ്പമാണ്. അല്ലാതെ നമുക്ക് സ്പെസിഫിക്കലി പഠിച്ചു പോവാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റിലീജിയൻ ഉണ്ട്, ഹാരപ്പൻസിന്റെ റിലീജിയൻ പഠിക്കണം. ഹിന്ദുസമായിട്ടുള്ള അതിന്റെ ബന്ധം അറിയണം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് സീല്. സീല് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അപ്പൊ അത് നമ്മൾ പഠിക്കണം. സീലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പിന്നീട് നോക്കാം. വേദിക് പീരീഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വേദിക് ലിറ്ററേച്ചർ പഠിച്ചാൽ മതി. പക്ഷെ വേദിക് ലിറ്ററേച്ചർ പഠിക്കുമ്പോഴേ ഹൗ ഇറ്റ് ആക്ട് എസ് എ സോഴ്സ് എന്നുള്ളത് മനസ്സിലാക്കണേ. ആ കാലഘട്ടത്തിനെ പറ്റി മനസ്സിലാക്കാനായിട്ടുള്ള സോഴ്സ് ആയിട്ട് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഒന്നറിയണം. മഹാജനപദ പീരീഡിലോട്ട് വരുമ്പോഴേക്കും റിലീജിയൻസാ പഠിക്കണ്ടേ. ബുദ്ധിസം, ജൈനിസം, റിലീജിയൻസ് പഠിക്കണം. ആ റിലീജിയന്റെ ഫിലോസഫി എന്താണ്, ആ റിലീജിയനായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ആർട്ട് എന്താണ്, ആ റിലീജിയനായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ആർക്കിടെക്ചർ എന്താണ്, എല്ലാം പഠിക്കണം. ഇപ്പൊ ഗാന്ധാര ആർട്ട്, റോക്കറ്റ് ആർക്കിടെക്ചർ, അതെല്ലാം ബുദ്ധിസം ജൈനിസമായിട്ട് റിലേറ്റഡ് ആണ്. മൗര്യൻ പീരീഡിലോട്ട് വരുന്ന സമയത്ത് മൗര്യൻസിന്റെ പില്ലർ ആർട്ട് പഠിക്കണം. പിന്നെ അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ട് ഒരു ധാരണ വേണം, ചോദ്യം ചിലപ്പോഴേ വരുള്ളൂ. മൊത്തത്തിലുള്ള മൗര്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ പഠിക്കണം. മൗര്യൻ പീരീഡിൽ എന്തൊക്കെ തരം ഡെവലപ്മെന്റ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. പോസ്റ്റ് മൗര്യൻ പീരീഡിലോട്ട് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മേജർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒന്ന് ന്യൂമിസ്മാറ്റിക്സ് ആണ്. എന്താ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞാല്? കോയിൻ ആണ്. ഇന്തോ ഗ്രീക്സ് ഒക്കെ വരുമ്പോഴേക്കും ഒരു പ്രത്യേക തരം പുതിയ കോയിൻ ഉണ്ടാക്കി. ആ കോയിനിൽ രാജാവിന്റെ ഇമേജും ഉണ്ട്, രാജാവിന്റെ റിലീജിയസ് സിമ്പലും ഉണ്ട്. അപ്പം അതിനെപ്പറ്റി ഒരു ധാരണ വേണേ. ലിറ്ററേച്ചറിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സിനെ പറ്റിയിട്ടൊന്ന് അറിയണം. പോസ്റ്റ് മോഡേൺ പീരീഡിൽ ഉണ്ടാകുന്ന ലിറ്ററേച്ചറിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റിനെ പറ്റി അറിയണം. അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ ഓർമ്മയുള്ളത്? എന്താടാ? ആ, നാഗാർജുനയുടെ പോലുള്ള ലിറ്ററേച്ചർ. പിന്നെ നമ്മുടെ മിലിന്ദ പൻഹ അല്ലെ, ഈ സമയത്തല്ലേ നാട്യശാസ്ത്ര, കാമസൂത്ര, ഈ കാലഘട്ടത്തിന്റെ പ്രൊഡക്റ്റ്. ബുദ്ധചരിത, അവധനാസ്, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ഉണ്ട്. ബ്രാഹ്മണിക്കൽ റിലീജിയന്റെ ചിന്തിച്ചു കഴിഞ്ഞാല് ധർമ്മശാസ്ത്രാസ് ഉണ്ട്. അതൊക്കെ ഈ കാലഘട്ടത്തിന്റെ പ്രൊഡക്റ്റാണ്. ഗുപ്ത പീരീഡിൽ
ഗുപ്താസിന്റെ നവരത്നാസ്, കാളിദാസ, മറ്റേ അല്ലടാ പോസ്റ്റ് മൗര്യൻ എന്ന് പറയും ഞാൻ ഉദ്ദേശിക്കുന്നതേ, മൗര്യൻസ് കഴിഞ്ഞ് വരുന്ന ഒരു 500 വർഷം, അതാണ് നമ്മൾ പൊതുവെ പോസ്റ്റ് മൗര്യൻ എന്ന് ടെക്നിക്കലി പറയാറുള്ളത്. മൗര്യൻസ് കഴിഞ്ഞിട്ടുള്ള ഫുൾ പീരീഡിനെ നമ്മൾ പോസ്റ്റ് മൗര്യൻ ലിറ്ററലി അതാ അർത്ഥം, പക്ഷെ ടെക്നിക്കലി നമ്മൾ പോസ്റ്റ് മൗര്യൻ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 200 BC to 300 AD കാലഘട്ടമാണ്. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടേ UPSC പലപ്പോഴും ഡ്യൂറിങ് ദി ടൈം ഓഫ് ഇന്തോ ഗ്രീക്സ്, ഡ്യൂറിങ് ദി ടൈം ഓഫ് കുഷാനാസ് എന്നൊക്കെ ചേർക്കാറുണ്ട്, ആ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ പൊതുവെ പോസ്റ്റ് പീരീഡ് എന്ന് അതിനെ വിളിക്കുക. പിന്നെ മധുര ആൻഡ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് ഈ സമയത്താണ് വരുന്നത്. സതവാഹനാസിന്റെ കുറെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, അത് ജസ്റ്റ് നോക്കണം. പിന്നെ ഈ സമയത്ത് സൗത്ത് ഇന്ത്യയിൽ പോസ്റ്റ് മൗര്യൻ പീരീഡ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് സംഘം ലിറ്ററേച്ചർ. സംഘം ലിറ്ററേച്ചർ ഈ പ്രാവശ്യം ചോദിക്കും കേട്ടോ, വളരെ സാധ്യത ഉണ്ട്. കാര്യം കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ സൗത്ത് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മെയിൻസിന് ചോദ്യം ഇല്ലായിരുന്നു, കുറച്ച് കൊല്ലങ്ങളായിട്ടില്ല. സൗത്ത് ഇന്ത്യ ആയിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് ഒന്ന് വിജയനഗരയും പിന്നെ സംഘം ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ചോളാസിന്റെ കോൺട്രിബ്യൂഷൻ ചോദിച്ചു. പിന്നെ ബാക്കിയുള്ളത് ഇതൊക്കെയാ. സംഘം ലിറ്ററേച്ചർ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് ഒരു 5 കൊല്ലം മുന്നേ. അപ്പം അത് വീണ്ടും ഒന്ന് റിസർജൻസിനുള്ള വലിയ സാധ്യത ഉണ്ട്. അപ്പൊ ഒന്ന് പഠിക്കണം നല്ലോണം. ഗുപ്ത പീരീഡിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഗുപ്ത പീരീഡിനെ ക്ലാസിക്കൽ ഏജ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ആ സമയത്ത് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് എന്നുള്ളത്. പിന്നെ നമ്മൾ മൊത്തത്തില് റോക്കറ്റ് കേവ്സിനെ പറ്റിയിട്ടും സ്കൾപ്ചറിനെ പറ്റിയിട്ടും ടെമ്പിളിനെ പറ്റിയിട്ടൊക്കെ അറിയണം, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ട്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള തീംസ്, അറിയേണ്ട തീംസ്. നിങ്ങൾ NCERT ബുക്ക് നല്ലോണം ഒന്നും കൂടി ഒന്ന് വായിക്കണേ. എന്തായാലും ഇനിയൊരു 1 ഇയർ സമയമുണ്ട്. ഇനി ആദ്യത്തെ പ്രാവശ്യം പ്രിലിംസ് പൊട്ടുന്നത് കഴിവുകേടൊന്നും അല്ല, വളരെ സ്വാഭാവികമാണ്. ജയിച്ചാൽ അസാധാരണ കഴിവുണ്ടെന്നേ ഉള്ളൂ. കാര്യം ആദ്യത്തെ പ്രാവശ്യം തന്നെ പ്രിലിംസ് കയറുന്നത് വലിയ കാര്യമാണ്. കാര്യം നമ്മളൊന്നും പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പ്രാവശ്യം കയറായിരുന്നു കേട്ടോ വേണമെങ്കിൽ. കാര്യം ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആയിരുന്നു അത്. പക്ഷെ ഇനിയും കയറാതിരിക്കുന്നത് നിങ്ങൾ പഠിക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ്. നിങ്ങളുടെ NCERTs ഒന്നും ഒട്ടും തറയില്ല. കാര്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുതിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുക വേണ്ട. ഇതെല്ലാം മിക്ക കാര്യങ്ങളും ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ NCERT ബുക്കിലുള്ളതാണ്. റിവിഷൻ ഒട്ടും നടക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണത്. അപ്പൊ ഒന്നും കൂടി നല്ലോണം ഒന്ന് ഇരുത്തി വായിക്കുക, ക്ലാസ് കേൾക്കാൻ പറ്റുന്നൊക്കെ ഒന്നും കൂടി കേട്ട് നോക്കുക, നിർബന്ധമായിട്ടും ചെയ്യണേ. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പുതിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. അല്ലേ? എന്നാലും ഒന്നും കൂടി ഒന്ന് നോക്ക്, ഇപ്പൊ ഒരു ഓർമ്മയുണ്ടോന്നൊന്നും അറിയാലോ. The Mesolithic rocket architecture in India not only represents culture of times but also shows aestheticity of modern paintings. Critically evaluate this statement. വേഗം സ്ട്രക്ചർ എന്താണ്, ഇതിന്റെ ഒരു സ്ട്രക്ചർ, എന്തൊക്കെ കാര്യങ്ങൾ ആൻസർ ആയിട്ട് എഴുതണ്ട, ഏതൊക്കെ രൂപത്തിലാണ് നിങ്ങൾ അതിനൊന്ന് ഡീകോഡ് ചെയ്യുന്നത്, സബ് ഹെഡിങ്സ് എങ്ങനെയൊക്കെ കൊടുക്കും എന്നുള്ളത് മാത്രം ഒന്ന് എഴുതിയേ. The Mesolithic rocket architecture in India not only represents culture of times but also shows aestheticity of modern paintings. Critically evaluate this statement. ബാക്കിയുള്ളവരൊക്കെ പ്രിലിംസ് പോയിന്റ് സങ്കടത്തില് വീട്ടിലിരിക്കുകയാണോ? വരുമോ? ഇനി നമ്മുടെ ക്ലാസ് ആയതുകൊണ്ട് വരാഞ്ഞതാണോ? ഏതാണ് അങ്ങനെയുള്ളവര്? പിടിച്ചു കൊണ്ടുവരണ്ട് നിങ്ങള്. ഇനിയെങ്കിലും പഠിച്ച് രക്ഷപ്പെടാൻ നോക്ക്, എല്ലാത്തിനോടും പറയും. വീട്ടിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ലേ? ഈ പ്രിലിംസ് പൊട്ടുന്ന സമയത്തേക്ക് എന്തിനാ വെറുതെ വീട്ടിൽ പോയി നിന്നിട്ട് അവരുടെ മുഖം കാണുന്നേ? ഇവിടെ എങ്ങനെ നിന്ന ജന്മത്ത് വീട്ടിൽ ഈ പൊട്ടുന്ന സമയത്ത് എന്റെ അച്ഛനൊക്കെ എനിക്ക് ഇന്റർവ്യൂ കിട്ടാൻ സമയത്ത് ഞാൻ എന്നോട് ഒരാഴ്ച മിണ്ടിയില്ലായിരുന്നു. ഞാൻ ആ ദുരന്തത്തിന് ശേഷം പിന്നെ വീട്ടിലേ നിൽക്കാറില്ല. നമ്മളെ ഓൾറെഡി സങ്കടത്തില്, ഇനി ഇവരുടെ നമ്മളെന്തോ കൊടുക്കാത്ത പോലെ. കാര്യം അമ്മ തള്ളി വിട്ടിട്ടുണ്ടാവേ മറ്റേ അയൽക്കൂട്ടത്തില് കുടുംബശ്രീയിലൊക്കെ, എന്റെ മോൾ ഈ പ്രാവശ്യം മറ്റേ കൊടി പറപ്പിച്ച് വരൂന്നൊക്കെ. അപ്പൊ അവരതിന്റെ സങ്കടം അവര് കാണിക്കും. നമ്മളെ ഓൾറെഡി നമ്മൾ പൊട്ടി ഒരു തീരുമാനമായി നിൽക്കുകയാണ്, അതിന്റെ ഇടയിൽ വീട്ടുകാരുടെ പ്രഷറും കൂടി. പോകരുത് ഒരിക്കലും റിസൾട്ട്, അതിൽ അത്ര ഉറപ്പുണ്ടാവണം കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ ലഡു ഒക്കെ സ്വന്തമായിട്ട് വാങ്ങി വീട്ടിൽ നിൽക്കുക, റിസൾട്ട് വരുന്ന സമയത്ത് അങ്ങോട്ട് ലഡു കൊടുക്കുക, അതല്ലേ ഹീറോയിസം. പക്ഷെ അത് ആർക്കും പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. 1ാം റാങ്ക് കിട്ടിയ ആള് പോലും കിട്ടിയപ്പോഴാണ് അറിഞ്ഞത് റാങ്ക് കിട്ടിയെന്ന്. എഴുതിയത് വെച്ച് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല പോലും.
ആളുകളാക്കുന്നതാന്ന് വിചാരിച്ച് 2 പ്രാവശ്യം സെർച്ച് ചെയ്ത് നോക്കി, ഇങ്ങനെയൊക്കെ കിട്ടിയവര് പറയുന്നത്. ഏഹ് ഇല്ലല്ല മനസ്സിലാവൂല. ഞാൻ 2 പ്രാവശ്യം പോയതല്ലേ. കിട്ടാതിരിക്കുമ്പോഴും വീണ്ടും അടിച്ചു നോക്കൂട്ടോ, നമ്മൾ അടിച്ചിട്ട് വരാഞ്ഞതാണോ എന്ന്. പക്ഷെ കിട്ടിയാലും നമുക്ക് പേടിയുണ്ടാവും. എന്റെ ഈ പ്രാവശ്യം ഒരു ഫ്രണ്ട്, ആഷിഖ് എന്ന പേര്, അവന് കിട്ടി. അല്ല, അവന് കിട്ടിയില്ല. പക്ഷെ ആഷിഖ് എന്ന് പറയുന്ന വേറൊരുത്തിന് കിട്ടി. അവനെ കുറെ പേര് വിളിച്ചു, റാങ്ക് ഉണ്ട് കേട്ടോ, 200 സംതിങ് റാങ്ക് നിനക്ക് കിട്ടിയേക്കുന്നത്. അവൻ പറഞ്ഞ അതിനുള്ള ഒരു വഴിയില്ല, കിട്ടിക്കാണൂലായിരിക്കും. എന്നിട്ട് അവൻ അടിച്ചു നോക്കിയപ്പം അവന്റെ പേരല്ല, വേറെ ഏതോ ആഷിഖിനാ കിട്ടിയേക്കുന്നത്. അപ്പൊ 1ാം റാങ്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ മായാവി സിനിമയിലുള്ള സലീം കുമാറിന്റെ അവസ്ഥയാ. എനിക്കോ അത്രയും നല്ല റാങ്ക് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവില്ല. കാരണം നമുക്ക് അതിനു മുമ്പ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ 1ാം റാങ്ക്. അതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ഞാൻ 1ാം റാങ്കിന് കിട്ടേണ്ട പോലെ എഴുതി. ഇത് നമുക്കറിയില്ലല്ലോ. എഴുതി കഴിയുമ്പോൾ നമ്മൾ തോന്നുന്നു എഴുതി, നല്ലോണമൊക്കെ എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ കിട്ടുമായിരിക്കും, റാങ്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് തോന്നും. അത് വലിയൊരു ഫാക്ടർ. ഇന്റർവ്യൂ നല്ലോണം കൊടുത്തു എന്ന് പറഞ്ഞ് കിട്ടുമെന്നും പറയാനും പറ്റില്ല. എന്റെ 2ാമത്തെ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയാണ്, 140 മാർക്ക് കിട്ടിയത്. അല്ല, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ പോലെ 143 റാങ്ക് കിട്ടിയ എന്റെ ഫ്രണ്ട് ഞാനും ഒരുമിച്ച പ്രിപ്പയർ ചെയ്തത്. അവന് ഞാൻ തമ്മിൽ 5 മാർക്കോ 6 മാർക്കിന്റെ വ്യത്യാസമുള്ളൂ മെയിൻസിൽ. അവന് 205 മാർക്ക് ഇന്റർവ്യൂവിന്, എനിക്ക് 143. അവന് 143 റാങ്ക്, എനിക്ക് കിട്ടിയില്ല. അപ്പൊ വലിയ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്റർവ്യൂവിന് ഇപ്പൊ മാർക്ക് കൂടുതൽ കിട്ടി, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പോയോ പുറത്തായോ പുറത്തായി, അത്രേ ഉള്ളൂ. ആ പേരുള്ള പ്രിലിംസിന്റെ റിസൾട്ട് വന്നോ? പേരോടുകൂടി ഇന്നേ വരൂ. കുറച്ച് ഓപ്ഷനിലൊക്കെ ഉള്ള പിള്ളേർക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയില്ല, ഞാൻ അവരോട് ചോദിക്കാൻ ഒരു മടി. കിട്ടാതിരിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ പ്രാകും. അപ്പൊ പേരടിച്ച് നോക്കി ഉറപ്പിച്ചിട്ട് ഒന്ന് മെസ്സേജ് അയക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഏഹ് 2 ദിവസം അല്ലല്ലോ, പിറ്റേ ദിവസം അപ്പൊ തന്നെ അധികം വൈകാതെ വരാറില്ലേ? ഉം, ഉം. എന്റെ അഭിപ്രായത്തിൽ ഇന്ന് തന്നെ വരും, വൈകാതെ വരാറുണ്ട്. ഇപ്പം ഫൈനൽ റിസൾട്ടിന് ആദ്യം തന്നെ പേരോട് കൂടിയാ വരുന്നത്. മെയിൻസിനും അപ്പൊ തന്നെ വരും. എനിക്കൊന്ന് പ്രിലിംസിനും വൈകില്ല എന്ന് തോന്നുന്നു. അല്ലല്ല, പേര് പേര് വരും. കാര്യം ആ ദിവസം തന്നെ നമ്മൾ ആർക്കെ കിട്ടിയെന്ന് ഞാൻ പേരടിച്ച് നോക്കലുണ്ട്. നമ്മുടെ ഓപ്ഷന്റെ പിള്ളേർക്ക് കിട്ടിയോ എന്ന് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടാവൂലേ. ആ ദിവസം തന്നെ അപ്പൊ തന്നെ എനിക്കൊന്ന് പേരോട് കൂടിയാ വന്നേന്ന് തോന്നുന്നു. അല്ലല്ല, അത് ടീച്ചേഴ്സിന് ഭയങ്കര പ്രഷറാ. നമ്മുടെ ഏതൊക്കെ കുട്ടികൾക്ക് കിട്ടി. ഇപ്പൊ ഇന്നലെ തന്നെ എനിക്കെന്തോ 13 ഞാൻ നേരത്തെ ഇവിടെ നിന്ന് ഉറങ്ങിയെന്നല്ല, രാവിലെ ആയിട്ട് 14 മിസ് കോൾ ഉണ്ട്. കുറെ പേർക്ക് കിട്ടിയ ആളുകൾക്കൊക്കെ ടെൻഷനാവും, ഇനി ഓപ്ഷനിൽ എന്ത് ചെയ്യണം. അപ്പൊ അവര് വിളിക്കും, എല്ലാവരും വിളിക്കും. ഒരു 6 പേർക്ക് ഓപ്ഷനിൽ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 6 പേരെന്നെ വിളിച്ചിട്ടുണ്ട്, ഓപ്ഷനിൽ കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾ. കിട്ടിയില്ലെങ്കിൽ അന്ന് തന്നെ വിളിക്കില്ല, 2 ദിവസം കഴിഞ്ഞേ വിളിക്കുള്ളൂ. അത് കിട്ടിയിട്ടുള്ളത് കൊണ്ടാ. വിളിക്കാത്ത കുറച്ച് ആളുകളുണ്ട്, അപ്പൊ ഞാൻ ഓർക്കുന്ന അവർക്ക് കിട്ടിക്കാണൂല എന്നാ. അപ്പൊ എനിക്കൊരു മടി അങ്ങോട്ട് വിളിക്കാൻ. ഈ ചത്തവന്റെ മേത്ത് റീത്ത് വെക്കുന്നത് പോലെയാണ് ഈ അങ്ങോട്ട് വിളിച്ചിട്ട് പോട്ടടാ. ചത്തൊന്നും പോയിട്ടില്ലല്ലോ, ഈ പോട്ടെന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാനായിട്ട് വീണ്ടും പോയി എഴുതുക എന്നല്ലാതെ. ഇപ്പൊ മെസോളിത്തിക് റോക്ക് ആർക്കിടെക്ചർ in India not only represents culture of times but also shows aestheticity of modern pages critically evaluate. ഇപ്പൊ ഈ ചോദ്യം നമ്മൾ ഓൾറെഡി ചെയ്തത് കൊണ്ടേ, ഇവര് ചെയ്തത് കൊണ്ടിട്ട് ഞാനിത് വീണ്ടും ഇതാണ് ഇൻട്രോ, ഇതാ ബോഡി, ഇതാ കൺക്ലൂഷൻ എന്ന് പറയുന്നില്ല. കണ്ടന്റ് ഒന്ന് വേഗം നോക്കിയെടുത്താൽ മതിയേ. ഇതാണ് മെസോളിത്തിക് റോക്കറ്റ് കേവ് പെയിന്റിങ്. ഇതിന്റെ തള്ളക്ക് ഓൾറെഡി ഞാൻ തള്ളി, എനിക്ക് ഇനി വയ്യ. ഇനി അടുത്തത് നമുക്ക് ഇൻട്രോ എന്താ എഴുതണ്ടേ. അപ്പൊ മെസോളിത്തിക് പീരീഡ് എവിടെ മുതൽ എവിടം വരെയാണെന്നുള്ളത് എഴുതുക. മെസോളിത്തിക് പീരീഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 12,000 years to 10,000 years എഗോ വരെയാണ്. അതിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മെസോളിത്തിക് പീരീഡിൽ മൈക്രോലിത്ത് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു എക്സാമ്പിളും കൊടുക്കുക, ബിംബേഡ്ക ആണ് കൊടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾ. ഇനി ഇതിൽ എഴുതേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ ഓഫ് ടൈംസ്, ആ കാലഘട്ടത്തിലെ റെപ്രസെന്റേഷൻ ഓഫ് കൾച്ചർ എന്താണെന്നുള്ളത്, മോഡേൺ പെയിന്റിംഗ് ആയിട്ടുള്ള കമ്പാരിസൺ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ആയതുകൊണ്ടിട്ട്
മോഡേൺ പെയിന്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നല്ലതാണെന്നും ചീത്തയാണെന്നും എഴുതണം. കാരണം ക്രിട്ടിക്കലി എന്നാണല്ലോ ചോദ്യം വന്നേക്കുന്നത്. അപ്പം റെപ്രസെന്റേഷൻ ഓഫ് കൾച്ചർ നമുക്ക് എഴുതാം. പെയിന്റിങ്സിൽ ഹണ്ടിങ് സീൻസ് ഉണ്ട്. അപ്പം ഹണ്ടിങ്ങിലൂടെയാണ് അവർ ജീവിച്ചിരുന്നത് എന്നുള്ളത് പറയാം. അങ്ങനെയുള്ളൊരു സംസ്കാരമായിരുന്നു എന്ന് പറയാം. പിന്നെ ദർ ആർ പിക്ചർ ഷോയിങ് പീപ്പിൾ ഡാൻസിങ് വിത്ത് ഹാൻഡ്സ് ഹെൽഡ് ടുഗദർ. ഇങ്ങനെ വട്ടത്തിൽ കൈ പിടിച്ചിങ്ങനെ ഡാൻസ് കളിക്കുന്ന ഇതുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദേ ഹാഡ് എ കമ്മ്യൂണിറ്റി ലൈഫ് ആൻഡ് ദേ സ്പെൻഡ് ദെയർ ലെഷർ ടൈം ഇൻ ഡാൻസിങ് ആൻഡ് പെയിന്റിങ്. ഒരു ലെഷർ ടൈം കണ്ടെത്തി ആനന്ദിക്കാനുള്ള ഒരു ചിന്താഗതി അവർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ അവരുടെ ജീവിത രീതിയുടെ ഭാഗമാണ്. ഇൻ സം ഓഫ് ദി പെയിന്റിങ്സ് മെൻ ആർ സീൻ as ഹണ്ടിങ് ആൻഡ് വിമൻ ആർ സീൻ as gathering. ആൻഡ് ഓൾസോ ദി ഇമേജസ് ഓഫ് മെൻ ആർ ഡ്രോൺ as ഫുൾ ഫോംഡ് ഇമേജസ്. ആണുങ്ങളുടെ ഇങ്ങനെയാ ഇമേജ് വരക്കുന്നത്, സ്ത്രീകളുടെ ഇങ്ങനെ. അപ്പൊ ആണ് പെണ്ണ് വ്യത്യാസങ്ങൾ പെയിന്റിങ്സിൽ പോലും ഉണ്ട്. അപ്പൊ ഫുള്ളി ഫോംഡ് ഇമേജ് ആയത്. ഫുള്ളി ഇതൊക്കെ എക്സാമിന് വരച്ച് കാണിക്കുക കേട്ടോ. ഫുള്ളി ഫോംഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ മെന്നാണ്. സ്റ്റിക്കി ഇമേജ്, സ്റ്റിക്കി ഇമേജ് എന്ന് പറയുമ്പോഴേക്കും സ്റ്റിക്ക് പോലെ സ്ത്രീകളുടെ ആണത്, വിമൻ ആണ്. അപ്പം ദർ വാസ് എ ജെൻഡർ ഡിവിഷൻ. അത് ലേബറിലും കാണാം. പ്രിഡോമിനന്റ്ലി മെൻ യൂസ് ടു ഹണ്ട് ആൻഡ് വിമൻ യൂസ് ടു ഗ്യാദർ. എന്തുകൊണ്ടായിരിക്കും? മാസിലുള്ള വ്യത്യാസങ്ങൾ കാരണമാണ്. ആണുങ്ങൾ കുറച്ചും കൂടി ഫിസിക്കലി സ്ട്രോങ് ആയതുകൊണ്ടാണ്. ആൻഡ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് their painting had an aesthetic sense. പെയിന്റിങ്ങിൽ ഭംഗി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് they gave importance to artistic work. ആർട്ടിസ്റ്റിക് ആക്കണം എന്നുള്ള മനോഭാവമുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ അവരെ പറ്റി പറയുമ്പോൾ ഹണ്ടിങ് നടത്തുന്ന, ഗ്യാതറിങ് നടത്തുന്ന, ആണ് പെണ്ണ് തമ്മിലുള്ള എക്കണോമിക്കൽ വ്യത്യാസങ്ങളുള്ള, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയുള്ള, കമ്മ്യൂണിറ്റി ലൈഫ് എൻജോയ് ചെയ്യുന്ന, ലെഷർ ടൈമിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകൾ. സോ ദർ ഈസ് റെപ്രസെന്റേഷൻ ഓഫ് കൾച്ചർ. കൾച്ചറിന്റെ റെപ്രസെന്റേഷൻ കാണാൻ പറ്റും. പിന്നെ മോഡേൺ പെയിന്റിങ്ങിന്റെ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി എങ്ങനെയൊക്കെയാണ് മെസോലിത്തിക് പെയിന്റിങ്ങിൽ വിസിബിൾ ആകുന്നത്? യൂസ് ഓഫ് മൾട്ടിപ്പിൾ കളേഴ്സ്. ദേ ഹാവ് യൂസ്ഡ് അറൌണ്ട് 12 കളേഴ്സ്. 12ഓളം കളേഴ്സ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഡോമിനന്റ് കളേഴ്സ് ബീങ് വൈറ്റ് ആൻഡ് റെഡ്. സോ വി ക്യാൻ സേ ദാറ്റ് ഒരു മൾട്ടിപ്പിൾ കളർ. ഇപ്പൊ എന്റെ ഷർട്ടൊക്കെ പോലെ കണ്ണു തന്നെ വേനെടുക്കട്ടെ. ഇത് എന്റെ എസ്തെറ്റിക് സെൻസാ. ഇപ്പൊ ഇവന്റെ ഒക്കെ കണ്ടില്ല, കൊള്ളൂല്ലോ ഒരു കളർ. അപ്പൊ കുറെ കളർ യൂസ് ചെയ്തിട്ട് ഒരു മനോഹാരിത കൊണ്ടുവരാൻ ശ്രമിച്ച ആളുകളാ. ഇപ്പൊ മോഡേൺ പെയിന്റിങ് അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഓൾസോ ഇൻ മോഡേൺ പെയിന്റിങ് അപ്പാർട്ട് ഫ്രം റിയലിസ്റ്റിക് പെയിന്റിങ് ദർ ഈസ് എ ലോട്ട് ഓഫ് ഫാന്റസി ആൻഡ് ഇമാജിനേഷൻ. ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക, ഏലിയനെയൊക്കെ വരച്ചു വെക്കുക, ഇതൊക്കെ മോഡേൺ പെയിന്റിങ്ങിന്റെ ഒരു ലക്ഷണമാണ്. അതേപോലെ തന്നെ ഇപ്പൊ മോഡേൺ ഫിലിംസ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ജൽപ്പിക്കുക, അതൊക്കെ ഒരു ഒരു എന്താ പറയാ, ഒരു മോഡേൺ യുഗത്തിന്റെ പ്രത്യേകത അല്ലേ? ഇവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഇമാജിനേഷനും ഫാന്റസിയൊക്കെ നടത്തിയിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞേടാ. ആ കഴിഞ്ഞ പെയിന്റിങ്ങിൽ ഞാൻ ഇത് ഏത് മൃഗമാണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു വലിയ ചർച്ച നമ്മൾ നടത്തിയിരുന്നില്ലേ? ചർച്ചയായിട്ട് ഒഴിവാക്കിയല്ലേ അത്? ബിംബേഡ്ക ബോർ. ബിംബേഡ്കയിൽ ഒരു ബോർ, ഒരു കാട്ടുപന്നിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു പെയിന്റിംഗ് ഉണ്ട്. ഈ ബിംബേഡ്ക ബോർ ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ബോർ, ഇറ്റ്സ് എ കോമ്പോസിറ്റ് ആനിമൽ. ഒരു കോമ്പോസിറ്റ് ആനിമൽ ആണത്. കോമ്പോസിറ്റ് ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ സാധനങ്ങൾ ചേർത്തിട്ടുള്ളത്, അതിനെയാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. പല സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ആനിമലാണ്. അങ്ങനെ ഒരു ആനിമൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഫാന്റസിയിലുള്ളതാണ്. ഇപ്പൊ നരസിംഹം എന്നൊക്കെ പറയുന്നത് പോലെ ഇല്ലേ? കോമ്പോസിറ്റ് സാധനമല്ലേ നരനും സിംഹവും? ഉള്ളതാണോ? ഏതോ സിനിമയിൽ മമ്മൂക്ക ഹാഫ് ലയൺ ഹ്യൂമൻ എന്നൊക്കെ പറയുന്നുണ്ട്. ധ്രുവത്തിലോ നരസിംഹത്തിലോ ധ്രുവം ഇല്ലല്ലോ. ഹാഫ് ലയണും ഹാഫ് ആനിമലും. അപ്പൊ വേറെ ഏതോ രൂപത്തിൽ ജനിച്ചതാണ് അതിന്റെ അർത്ഥം. ഓഹോ, ശരി ശരി. അപ്പൊ ഇമാജിനേഷൻ ആൻഡ് ഫാന്റസി. പിന്നെ പിക്ചർ ക്വാളിറ്റി. മോഡേൺ ഇമേജസിന്റെ പിക്ചർ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര നല്ലതായിരിക്കും ഇല്ലേ? അവരുടെയും പിക്ചർ ക്വാളിറ്റി നല്ലതാണ്. അതുകൊണ്ടാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും 12,000 വർഷങ്ങൾക്ക് ശേഷം അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. പ്രൊപ്പോർഷൻ ആൻഡ് ടോണൽ എഫക്റ്റ്. പ്രൊപ്പോർഷനേറ്റ് ആണ്. ഇപ്പൊ ഡാൻസിങ് ഗേളിന്റെ പ്രതിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രൊപ്പോർഷനേറ്റ് ആണോ?
അല്ല, തോന്നിയ ഡാൻസിങ്ങൾ പ്രൊപ്പോർഷനേറ്റ് അല്ലടാ, കാലൊക്കെ നീണ്ടു പോയിട്ടുണ്ട്, കൈ നീണ്ടിരിക്കുന്നു. പക്ഷെ ഇവരുടെ ഇമേജസ് ഒക്കെ പ്രൊപ്പോർഷനേറ്റ് ആണ്, റിയലിസ്റ്റിക് പ്രൊപ്പോർഷൻ ആണ്. ഒരു ടോണൽ എഫക്റ്റും ഉണ്ട്. ടോൺ ഇല്ലേ, അതിന്റെ കളർ ടോൺ, അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ മോഡേൺ പെയിന്റിങ്ങിന്റേതാണെന്ന് കരുതപ്പെടുന്ന കുറെ സാധനങ്ങൾ നമുക്ക് ഇതിൽ വിസിബിൾ ആകുന്നുണ്ട്. മോഡേൺ പെയിന്റിംഗ് ആയിട്ട് കമ്പയറബിൾ ആണ് പല രൂപത്തിലും. നാച്ചുറലിസ്റ്റിക് ആയിട്ട് ഡിപിക്ട് ചെയ്തിട്ടുണ്ട്. പ്രകൃതി സിനിമയൊക്കെ ഇറക്കുന്നത് പോലെയാണ് ഇവരുടെ പെയിന്റിങ്, പ്രകൃതിയാണ് ഫുള്ള്. ബട്ട് ദർ ആർ ലിമിറ്റേഷൻസ് ഇൻ കമ്പയറിംഗ് വിത്ത് മോഡേൺ പെയിന്റിംഗ്. മോഡേൺ പെയിന്റിംഗ് എന്ന് പറയുമ്പോഴേക്കും കുറെ കൂടി ആ പെയിന്റിങ്ങിനേക്കാളും കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ്. മോഡേൺ പെയിന്റിങ്സ് എന്ന് പറയുമ്പോഴേക്കും കുറെ തീംസ് ഉണ്ടാവും, അല്ലേ? തീംസ് എന്ന് പറഞ്ഞാൽ എന്താ? പല സംഭവ സംഭവ വികാസങ്ങൾ ആസ്പദമാക്കിയായിരിക്കും. ഇപ്പൊ മോഡേൺ തീംസ്, ഇപ്പൊ ഗ്ലോബലൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പെയിന്റിംഗ് ഉണ്ടാവും, ഏലിയൻസിന്റെ ബേസ്ഡ് ആയിട്ടുള്ള പെയിന്റിംഗ് ഉണ്ടാവും, വില്ലേജിന്റെ പെയിന്റിംഗ് ഉണ്ടാവും, ജെൻഡർ ഇഷ്യൂസ് കാണിക്കുന്ന പെയിന്റിംഗ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടോ അവർക്ക്? ഇല്ല. അവർക്കുള്ള പെയിന്റിംഗ് എന്താ? ഹണ്ടിങ് ആണ് മെയിൻ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലൈഫ്. ഇതിന് അപ്പുറത്തോട്ടുള്ള പെയിന്റിംഗ് ഇല്ല. അപ്പം ദേ ഓൺലി ഹാഡ് ഫ്യൂവർ തീംസ് വളരെ കുറവായിരുന്നു. അപ്പൊ അതില് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ദേ ഹാഡ് ഇഷ്യൂസ് ഇൻ പ്രൊജക്ടിങ് 3 ഡയമെൻഷണൽ പെയിന്റിങ്സ്. 3 ഡയമെൻഷണൽ പെയിന്റിങ്, ഇപ്പം ഒരാൾ ഇവിടെ നിൽക്കുന്നു, ഇയാളുടെ പുറകില് ഒരാളെ കാണിക്കണം, പക്ഷെ അതിങ്ങനെ ഇരിക്കുക, ഇയാളുടെ തലയിൽ ഒരാള്. അപ്പൊ 3 ഡയമെൻഷനാലിറ്റി ഇല്ല. 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇയാളുടെ പുറകിൽ തന്നെയാണെന്നുള്ളത് കാണിക്കണം. എനിക്കത് കാണിക്കാൻ അറിയില്ല, ഞാനിപ്പോ സൈഡിൽ നിൽക്കുന്ന പോലെ ആയിപ്പോയി. എന്തായാലും 2 ഡയമെൻഷണൽ ആണ് പെയിന്റിങ്, ഒരു 3 ഡയമെൻഷനാലിറ്റി കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ കോംപ്ലക്സിറ്റി ഇല്ല, വളരെ എളുപ്പമുള്ള പെയിന്റിംഗ് ആണല്ല. അപ്പൊ മോഡേൺ പെയിന്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ രൂപത്തിൽ. കൺക്ലൂഷൻ എഴുതുക: കൺസിഡറിംഗ് ദി അവൈലബിൾ ടെക്നോളജി ആൻഡ് റിലേറ്റീവ് ഹിസ്റ്റോറിക് പീരീഡ്. ഇത് ഫൈൻ എസ്തെറ്റിക് സെൻസ് ഉള്ളത് തന്നെയാണ്. ഇറ്റ് റിഫ്ലക്ട്സ് ഫൈൻ എസ്തെറ്റിക് സെൻസ്, ബട്ട് മോഡേൺ പെയിന്റിങ്സ് ആർ ഫാർ മോർ കോംപ്ലക്സ്. ഒരു ബാലൻസ്ഡ് ആയിട്ട്. അത് നമ്മൾ ഇതെല്ലാം എഴുതിയിട്ട് അവരുടെ വെറും വൃത്തികെട്ട പെയിന്റിംഗ് ആണ് അങ്ങനെയൊന്ന് കൺക്ലൂഡ് ചെയ്യരുതേ. കൺക്ലൂഡ് ചെയ്യുമ്പം എന്തുകൊണ്ടാണ് അവരുടെ പെയിന്റിംഗ് അത്രമാത്രം നല്ലതല്ലാതിരുന്നത്? അതെന്തുകൊണ്ടാ? അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി അങ്ങനെയായിരുന്നു. പിന്നെ ഓരോ പെയിന്റിങ്ങും നമ്മൾ നോക്കുമ്പം അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും കൂടി പരിശോധിക്കണം. ഇപ്പം അന്നത്തെ പെയിന്റിങ്ങിൽ ഫെമിനിസം ഇല്ല. ഇപ്പൊ ഇന്നത്തെ സിനിമേനെയൊക്കെ നിരൂപിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ചെയ്യുന്നത് പോലെ. പെയിന്റിങ്ങിൽ എവിടെ ഫെമിനിസമേ ഇല്ലാത്ത കാലഘട്ടത്തിൽ എങ്ങനെയാ ഫെമിനിസം വരച്ചു വെക്കാൻ പറ്റുക? അപ്പം അന്നത്തെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിന്റെ ഉള്ളിലുള്ള നല്ല പെയിന്റിംഗ് ആണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഫൈൻ എസ്തെറ്റിക് സെൻസ് ഉണ്ട്. പക്ഷെ മോഡേൺ പെയിന്റിംഗ് കുറെ കൂടി കോംപ്ലക്സ് ആണ്. ഇങ്ങനെയാണ് ബാലൻസ്ഡ് ആയിട്ട് എഴുതാന്ന് പറയുന്നത്. കൺക്ലൂഷനിലോട്ട് വരുമ്പോഴേക്കും കുറെ കൂടി ബാലൻസ്ഡ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തതാണ്. ഇതും PVQ ആണ്. ടു വാട്ട് എക്സ്റ്റെന്റ് അർബൻ പ്ലാനിംഗ് ആൻഡ് കൾച്ചർ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ പ്രൊവൈഡ്സ് ഇൻപുട്ട് ടു ദി പ്രസന്റ് ഡേ അർബനൈസേഷൻ ഡിസ്കസ്. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പെട്ടെന്നൊന്ന് സ്ട്രക്ചർ എഴുതിയേ. സോ ഹിയർ, ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഫുൾ ഇംഗ്ലീഷിലായിരുന്ന ക്ലാസ്, അതുകൊണ്ട് വായിൽ ഇംഗ്ലീഷ് വരും. അപ്പൊ ഇവിടെ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ അർബൻ പ്ലാനിങ്ങും കൾച്ചറും ഇന്നത്തെ അർബനൈസേഷന് ഇൻപുട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ഏത് പരിധി വരെയാണ് അത് ചർച്ച ചെയ്യുക. അപ്പം ഇൻഡസ് വാലി കൾച്ചറിന്റെ പ്ലാനിങ്, ഹൗ ഇറ്റ് പ്രൊവൈഡഡ് ഇൻപുട്ട് ടു പ്രസന്റ് ഡേ അർബനൈസേഷൻ, ഇന്നത്തെ അർബനൈസേഷൻ ഒന്നാമത്തെ സബ് ഹെഡിങ്. രണ്ടാമത്തെ സബ് ഹെഡിങ് ഹൗ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കൾച്ചർ, ഹൗ ഇറ്റ് പ്രൊവൈഡഡ് ഇൻപുട്ട് ടു അങ്ങനെ എഴുതുന്നതൊക്കെ നല്ല സുഖമാണ്. നമ്മൾ ഡയറക്ട്ലി അപ്പൊ ആ ഒരു നമ്മളിപ്പോ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ് വാലി ഈ ഭാഗത്ത് എഴുതേണ്ടതാണോ നീ ചോദിക്കുന്നേ? അതാണ് പോയിന്റ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതുണ്ടാവും. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പ്ലാനിങ്ങും കൾച്ചറും എഴുതിയതിന് ശേഷം ഇത് ഇൻപുട്ടായി, അത് വേറെ കൊടുക്കണ്ട. ഇവിടെ തന്നെ ഇൻപുട്ടായി, ഇവിടെയും ഇൻപുട്ടായി എന്ന് കൊടുത്തതിന് ശേഷം ലിമിറ്റേഷൻസ് ഉണ്ട്, ഇൻപുട്ട് ആയിട്ടില്ല എന്നുള്ളതും കൂടി കൊടുക്കാം. എന്നിട്ട് കൺക്ലൂഷൻ. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പ്ലാനിങ് ഉണ്ടല്ലോ, സിറ്റാഡൽ ഓവർടോൺ ക്ലാസിഫിക്കേഷൻ, ഗ്രിഡ് പാറ്റേൺ ഓഫ് സൊസൈറ്റി, ഗ്രിഡ് പാറ്റേൺ ഓഫ് ടൗണ്, ഡ്രെയിനേജ് സിസ്റ്റം,
ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇന്നത്തെ അർബനൈസേഷന് കാരണമായി. ഇന്നത്തെ അർബനൈസേഷൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നുള്ള എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാരണങ്ങൾ കമ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടല്ലോ. ഹൗ ഇറ്റ് പ്രൊവൈഡഡ് ഇൻപുട്ട് ടു ദി പ്രസന്റ് അർബനൈസേഷൻ. എല്ലാ ചോദ്യങ്ങളുടെ ഉള്ളിലും 3 കമ്പോണന്റ് ഉണ്ടാവും. ഒന്ന് നമ്മൾ പഠിച്ച മെയിൻ സംഭവം, പിന്നെ അതായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു സാധനം, പിന്നെ അത് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇത് 3 എപ്പോഴും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എല്ലാ ചോദ്യവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ചോദ്യം എന്തായിരുന്നു? മെസോളിത്തിക് റോക്കറ്റ് ആർക്കിടെക്ചർ, മോഡേൺ പെയിന്റിങ്ങിന്റെ എസ്തെറ്റിസിറ്റി, ക്രിട്ടിക്കലി ഇവാലുവേറ്റ്. അപ്പൊ നിങ്ങൾ മോഡേൺ പെയിന്റിങ്ങിന്റെ എസ്തെറ്റിസിറ്റിനെ പറ്റിയിട്ട് കമ്പാരിസൺ കൊണ്ടുവരാതെ മെസോലിത്തിക് റോക്കറ്റ് പെയിന്റിങ്ങിനെ പറ്റി എഴുതിയാലും മാർക്ക് കിട്ടില്ല. അപ്പൊ ചോദ്യത്തിന്റെ ഡിമാൻഡ് അനുസരിച്ച് വേണം ഉത്തരം എഴുതാനായിട്ട്. ഇതെങ്ങനെ ഇതിന് കാരണമായിട്ടുണ്ടോ, ഏത് പരിധി വരെ ചർച്ച ചെയ്യാനാ ചോദ്യം. അപ്പം പ്ലാനിങ് ഇന്നത്തെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, കൾച്ചർ ഇന്നത്തെ അർബനൈസേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഏത് പരിധി വരെ, ടു വാട്ട് എക്സ്റ്റെന്റ്. അപ്പം ഒരു പരിധി ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, പിന്നെ കൺക്ലൂഷൻ. അങ്ങനെയാണ് ഉത്തരം വരേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ടൗൺ പ്ലാനിങ്, സിറ്റാഡൽ ഓവർടോൺ ക്ലാസിഫിക്കേഷൻ, അത് ഇന്ന് എങ്ങനെയാ വിസിബിൾ ആവുന്നേ? ഇന്ന് ഗേറ്റഡ് കമ്മ്യൂണിറ്റി, അതായത് പൈസക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രം താമസിക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. സോ ഇത് ഒരു പക്ഷെ ഇതിന് കാരണമായിട്ടുണ്ടാകാം. ഇത് ഇങ്ങനെ വരാനായിട്ടുള്ള ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാകാം. ഗ്രിഡ് പാറ്റേൺ, ഇന്ന് ചണ്ഡീഗഡ് പോലത്തെ ടൗണിൽ ഈ ഗ്രിഡ് പാറ്റേൺ വിസിബിൾ ആണ് അല്ലെ? ഇത് ചണ്ഡീഗഡ് ടൗൺ ആണ്. ഇതേപോലത്തെ ടൗണുകളാണ് ഹാരപ്പൻസ് ഉണ്ടാക്കിയത്. അപ്പൊ ഹാരപ്പൻസിന്റെ ടൗൺ പ്ലാനിങ്ങിന്റെ ഒരു മോഡേൺ വേർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് കണ്ടിട്ടായിരിക്കും ഇവരും ഇത് തുടങ്ങിയിട്ടുണ്ടാകുക എന്ന് നമുക്ക് പറയാം. ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, ഹാരപ്പൻസിന്റെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ടൗൺ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ ഒരുവിധം എല്ലാ വീടുകൾക്കും ഒരു സെൻട്രൽ കോർട്ട്യാർഡ് ഉണ്ട്. എല്ലാ വീടുകൾക്കും സെൻട്രൽ കോർട്ട്യാർഡിന് ചുറ്റും റൂമുകൾ ഉണ്ട്, ഡബിൾ സ്റ്റോറീഡ് ഹൗസസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ടോയ്ലറ്റ് ആൻഡ് ബാത്റൂംസ് ഉണ്ട്. ഈ പ്ലാൻ തന്നെയൊക്കെയാണ് ഇന്നും ഏറെക്കുറെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതും ഇൻപുട്ട് ആയിട്ടുണ്ടാവും. ഈ ഇൻപുട്ട് ആകുക എന്ന് പറയുമ്പോഴേ അറിഞ്ഞോ അറിയാതെയോ ഇൻപുട്ട് ആകാട്ടോ. ഇന്നത്തെ ഒരു മോഡേൺ ടൗൺ പ്ലാനിങ് ചെയ്യുന്ന ഒരാള് ഹാരപ്പൻസിന്റെ ടൗൺ പ്ലാനിങ്ങിനെ പറ്റി പഠിച്ച് മോഡേൺ ടൗൺ പ്ലാനിങ് ചെയ്താൽ അത് ഇൻപുട്ടാണ്. അറിയാതെയും ആകാം. കാര്യം കൾച്ചർ എന്ന് പറയുന്ന തലമുറയായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ ഹാരപ്പൻസ് അന്ന് ചെയ്തത് അടുത്ത ജനറേഷൻ ചെയ്തു. ആ ഒരു രീതിയിൽ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. ഈ 2 രൂപത്തിൽ അത് ഇന്നത്തേനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. പിന്നെ അതേപോലെ തന്നെ ഹാരപ്പയിൽ ഗ്രാനറി ഉണ്ട്, അത് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഡോക്യാർഡ് ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതെല്ലാം കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എന്ത് എഴുതുക? ഹാരപ്പൻ കൾച്ചറിനെ ഡിഫൈൻ ചെയ്യുക. ഹാരപ്പൻ കൾച്ചർ ഈസ് എ ബ്രോൺസ് ബേസ്ഡ് അർബൻ കൾച്ചർ വിച്ച് ഫ്ലറിഷ്ഡ് ഇൻ ആൻഡ് അറൌണ്ട് ദി ഇൻഡസ് പ്ലെയിൻ ഫ്രം 2500 to 1700 BC. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രോ കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 എക്സാമ്പിൾസ് കൊടുക്കാം. ഹാരപ്പയും മോഹൻജോദാരോവും ഇതേപോലത്തെ അർബൻ പ്ലാനിങ്ങിന് ഫേമസ് ആണ്. 2 സെന്റൻസ് മതി. ഇനി ഫസ്റ്റ് സബ് ഹെഡിങ്, ഇറ്റ് മൈറ്റ് ഹാവ് പ്രൊവൈഡഡ് ഇൻപുട്സ് ഇൻ ദി ഫോളോയിങ് വേസ്. ഈ രൂപത്തിൽ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാകാം. പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്? ലോവർ ടൗൺ സിറ്റാഡൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് ഇന്നത്തെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി. അവർക്ക് ഗ്രിഡ് പാറ്റേൺ ഉണ്ട്, ഇന്ന് ചണ്ഡീഗഡ് പോലുള്ള ഗ്രിഡ് പാറ്റേൺ ഉള്ള ടൗണുകൾ കാണാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഇലാബറേറ്റ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു, ഇന്നും അർബൻ ഫ്ലഡിനെ പ്രിവെന്റ് ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. എല്ലാ ഇന്ത്യൻ ടൗണിലും കാണാൻ പറ്റും. അവരുടെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് സെൻട്രൽ കോർട്ട്യാർഡും അതിന് ചുറ്റും റൂമുകളും ഉള്ളതാണ്. അത് ഇന്നും ഒരു ഫേവറേറ്റ് പ്ലാൻ ആണ്. അവർക്ക് ഡോക്യാർഡും ഗ്രാനറി ഉണ്ട്. ഇത് നമുക്ക് PDS സിസ്റ്റം ബഫർ സ്റ്റോക്കിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ പറയുന്ന ഡോക്യാർഡും ഗ്രാനറിയും പോർട്ടും ഒക്കെ നമ്മൾക്കും ഉണ്ട്. അപ്പം ഈ അർത്ഥത്തിലൊക്കെ എന്താണ്? അത് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാകാം. എഴുതാം. എടാ ടേബിളൊക്കെ നമുക്കിപ്പോ ഒരു ആൻസറിൽ ഒരു ടേബിൾ വരക്കാം. ടേബിളിന്റെ അയ്യരുകളി ആകാതിരുന്നാൽ മതി. എല്ലാ ആൻസറും ഓരോ ടേബിൾ. അങ്ങനെ ചെയ്യാം. ഞാൻ പറയുന്നതേ, നമുക്ക് ഒരു ആൻസറിൽ മാക്സിമം 2 ഡയഗ്രാംസോ ടേബിൾസോ ഒക്കെ വരക്കാം. ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, ഈ ടേബിൾ വരച്ച് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളത് ഒപ്റ്റിമലി യൂസ് ചെയ്യുക. എപ്പോഴും ടേബിൾ വരക്കാതിരുന്നാൽ മതി. ഫ്ലോ ചാർട്ട് വരക്കാം, ഇടയ്ക്ക് ടേബിൾ വരക്കാം. അത് ചെയ്യാം, എളുപ്പത്തിൽ കാണിക്കാൻ പറ്റൂലോ. അപ്പൊ അങ്ങനെ കാണിക്കാം, സമയവും ലാഭിക്കാം ടേബിൾ വരക്കുന്ന സമയത്ത്. നല്ല കാര്യം അത്. പിന്നെ കൾച്ചറിലോട്ട് വരുമ്പോഴേക്കും
ഹാരപ്പൻസിന് ഹൈജീൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. നമ്മളും സ്വച്ഛ് ഭാരത് അഭിയാൻ വഴി ഇന്ന് ഹൈജീൻ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അവർ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. നമ്മുടെ മോഡേൺ പ്ലാനിങ്ങിലും പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം കൾച്ചറിലും ഇതിലും രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് വിസിബിൾ ആണ്. പക്ഷെ ഹാരപ്പൻ അർബനൈസേഷനും ഹാരപ്പൻ ടൗൺ പ്ലാനിങ്ങും ഇന്നത്തെ അർബനൈസേഷന് ഒരു പരിധി വരെ മാത്രമേ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ അർബനൈസേഷനും ഹാരപ്പൻ അർബനൈസേഷനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല ചിലപ്പോൾ. അതിന്റെ കാരണങ്ങളായിട്ട് പറയാൻ പറ്റുന്നത്, ഒന്ന്, നമ്മള് ഹാരപ്പൻ കൾച്ചർ തന്നെ നമ്മൾ അറിഞ്ഞത് 1920s. അപ്പോഴേക്കും ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ ടൗണും ഉണ്ടായി കഴിഞ്ഞിരുന്നു. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ ടൗൺ എന്ന് പറയുന്നത് ചെന്നൈയും മദ്രാസും ബോംബെയും കൽക്കട്ടയുമാണ്. ആ 3 ടൗണും ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹാരപ്പൻ കൾച്ചർ കണ്ടിട്ടാണ് ഈ ടൗൺ ബിൽഡ് ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ഹാരപ്പൻ കൾച്ചർ തന്നെ 1920 നമ്മൾ അറിയുന്നത്. അപ്പം അതിന്റെ ഇൻപുട്ട് കാരണമാണ് ഇത് വന്നതെന്ന് പറയാൻ പറ്റില്ല. രണ്ട്, ഹാരപ്പൻ കൾച്ചറിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആണെന്നും പറയാൻ പറ്റില്ല. കാര്യം ഹാരപ്പൻ കൾച്ചർ 1700 BC കൂടിയിട്ട് എൻഡ് ചെയ്തു. അവരുടെ സംസ്കാരത്തിന്റെ ഒരു തുടർച്ച ഇന്ത്യയിൽ കാണാൻ പറ്റുന്നില്ല. അത് കംപ്ലീറ്റ്ലി ഡിക്ലൈൻ ചെയ്തിട്ട് വേദിക് കൾച്ചർ വന്നു. ആര്യൻസ് പുതിയൊരു സംസ്കാരം കൊണ്ടുവന്നു. ആ വേദിക് കൾച്ചറാണ് ഇന്ന് തലമുറകളായിട്ട് നമ്മൾ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സാൻസ്ക്രിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നമുക്കിന്ന് ജാതി സമ്പ്രദായം ഉണ്ട്, നമുക്കിന്ന് ഹിന്ദുമതം ഉണ്ട്, നമുക്കിന്ന് ഹോമങ്ങളും യാഗങ്ങളും ഉണ്ട്. ഇതെല്ലാം എവിടെ നിന്ന് വന്നതാ? ആര്യന്മാര് വേദങ്ങൾ എഴുതിയത് കൊണ്ട് വന്നതാ. അപ്പൊ ഹാരപ്പൻസ് കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളുടെ ഒരു തുടർച്ചയില്ല. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടല്ല ഇന്ത്യൻ സംസ്കാരം പോയിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയാം. ഇന്ത്യൻ ടൗണുകൾ, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് വേദിക് കൾച്ചറിന്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തത്, ഇന്ത്യയിൽ അർബനൈസേഷൻ നടക്കുന്നത് പൊതുവെ സയന്റിഫിക്കലി പ്ലാൻഡ് ഒന്നും അല്ല. ഹാരപ്പൻസിന്റെ നല്ല പ്ലാൻഡ് ആയിരുന്നു, നമ്മുടെ ടൗണുകൾ പ്ലാൻഡ് അല്ല. ഹഫാസാഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇനി നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് വെസ്റ്റേൺ മോഡൽസിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്, അല്ലാതെ ഹാരപ്പൻസിൽ നിന്ന് ഇൻസ്പയർഡ് അല്ല. അപ്പൊ ഈ 3 കാര്യത്തിൽ നമുക്ക് എന്ത് പറയാം? ഹാരപ്പൻ ടൗൺസ് നമുക്ക് ഒരു രീതിയിലുള്ള ഇൻപുട്ടും തന്നിട്ടുണ്ടാവൂല എന്നുള്ളതും കൂടി പറയാം. ഇൻപുട്ട് ഓൾറെഡി തന്നു എന്നുള്ളതാണ്. ഇൻപുട്ട് തരാൻ പറ്റുമോ എന്നല്ല ചോദ്യം. തരാൻ പറ്റുമോ എന്നാണെങ്കിൽ നമുക്ക് ഇതിൽ തരാം അതിൽ തരാം എന്നൊക്കെ എഴുതി വെക്കാം. പക്ഷെ ഹാസ് ഇറ്റ് പ്രൊവൈഡഡ് ഓൾറെഡി? തന്നിട്ടുണ്ടോ? തന്നു കഴിഞ്ഞോ? ഇല്ല. ശരിക്കും നോയാണ് ഉത്തരം, ഇല്ല. പക്ഷെ നമുക്ക് ഈ രൂപത്തിലാണ് ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. ഡിസ്കസ് എന്ന ചോദ്യവും. എന്നിട്ട് കൺക്ലൂഷൻ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ കൊടുക്കാം: ഒരു ന്യൂ ഇന്ത്യൻ അർബൻ അജണ്ട. ഈ അർബൻ അജണ്ട എന്ന് പറയുന്നത് ഒരു UN-ന്റെ ടേമാണ്. ഇനി നമ്മൾ ഇന്ത്യയുടെ ഒരു അർബൻ അജണ്ട റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ക്ലീൻ ആൻഡ് സസ്റ്റൈനബിൾ സിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പം ഹാരപ്പൻ പ്ലാനിങ്ങിനെ ഒരു റെഫറൻസ് ആക്കി നിർബന്ധമായിട്ടും വെക്കണം. ക്ലിയർ അല്ലേ അത്? അപ്പൊ ഇങ്ങനെയുള്ള കൺക്ലൂഷൻസ് ആണ് എഴുതേണ്ടത്. പൊതുവെ നമ്മൾ ഹിസ്റ്ററി അല്ലേ, എന്നാൽ ഹിസ്റ്ററിനെ പറ്റി എഴുതി വെക്കാന്ന് വിചാരിക്കണ്ട. ഇന്നത്തെ ഗവർണൻസ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന രൂപത്തിലുള്ള കൺക്ലൂഷൻ എഴുതാൻ പറ്റണം. ഇപ്പൊ ന്യൂ ഇന്ത്യൻ അർബൻ അജണ്ട വിച്ച് ഫോക്കസസ് ഓൺ ക്ലീൻ ആൻഡ് സസ്റ്റൈനബിൾ സിറ്റി ഷുഡ് ഹാവ് ഹാരപ്പൻ പ്ലാനിങ് അസ് ഇറ്റ്സ് റെഫറൻസ്. ക്ലിയർ അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം പോയിന്റ്സ് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കണേ. ദി ഡൈവേഴ്സിറ്റി ഓഫ് ഹാരപ്പൻ ക്രാഫ്റ്റ് ഈസ് അൺമാച്ച്ഡ് ഇൻ ഏർലി Indian history, elaborate. The diversity of Harappan craft is unmatched in early Indian history, elaborate. Ancient India, early Indian history എന്ന് പറഞ്ഞാൽ ancient India ആണ് പൊതുവെ. അതിൽ ഹാരപ്പൻസിന്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അൺമാച്ച്ഡ് ആണ്. മാച്ച് ചെയ്യാനേ പറ്റില്ല. ആ സ്റ്റേറ്റ്മെന്റിന് ഇലാബറേറ്റ് ചെയ്യുക. വലിയ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം ആൻസറിലോട്ട് പോയാലോ? ഈ ഡൈവേഴ്സിറ്റി ഓഫ് ഹാരപ്പൻ ക്രാഫ്റ്റ്. ഇപ്പൊ ഹാരപ്പൻ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഹാരപ്പൻ ക്രാഫ്റ്റിൽ കുറെ അധികം കാര്യങ്ങളുണ്ട്. പോട്ടറി ഒരു ക്രാഫ്റ്റ് അല്ലേ? സീൽ ഒരു ക്രാഫ്റ്റ് അല്ലേ? ബ്രിക്ക്, ടെറാക്കോട്ട കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ജ്വല്ലറി, ഇങ്ങനെയുള്ള കുറെ അധികം ക്രാഫ്റ്റ് ഉണ്ട്. ഈ ക്രാഫ്റ്റിൽ തന്നെ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഡൈവേഴ്സിറ്റി ആണ്. ഇനി അതിൽ ഓരോ സാധനം എടുത്തു കഴിഞ്ഞാൽ അതിൽ വീണ്ടും വീണ്ടും ഡൈവേഴ്സിറ്റി ഉണ്ടാവും. എന്താ ഈ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാല്? വൈവിധ്യം, ഡിഫറൻസസ്. ഇപ്പം ഹാരപ്പൻസിന്റെ പോട്രി, അതിന്റെ ഡൈവേഴ്സിറ്റി എങ്ങനെയാ പറയാൻ പറ്റുക? ഹാൻഡ് മെയ്ഡും ഉണ്ട്, വീൽ മെയ്ഡും ഉണ്ട്. ബ്ലാക്ക് ഓൺ റെഡ് പോട്രി ഉണ്ട്, അല്ലാത്തതും ഉണ്ട് കേട്ടോ, കുറച്ചുണ്ട് അല്ലാത്തത്. അതിൻ്റെ ഉള്ളിലുള്ള ഡിസൈനിൽ
ഡൈവേഴ്സിറ്റി ഉണ്ട്. ചിലത് ജോമെട്രിക്കൽ ലൈൻ വെച്ചിട്ടുള്ള ഡിസൈൻ ആയിരിക്കും, ചിലപ്പം സർക്കിൾ ആയിരിക്കും, ചിലപ്പോൾ ലൈൻ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഇമേജ് ആയിരിക്കും. ഇപ്പൊ സീലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പറയാം? മെറ്റീരിയൽസിൽ ഡിഫറൻസ് ഉണ്ട്. പൊതുവെ ഫെയിൻസ് വെച്ച് ഉണ്ടാക്കുന്നത് സ്റ്റിയറ്റേറ്റ്, ഫെയിൻസ്, ബ്രോൺസ്, അതൊക്കെ വെച്ച് സീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്ത് പറയാം? സീലിലുള്ള ആനിമൽസിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് പറയാം. അപ്പൊ അതൊരു വേറെ ഡിഫറൻസ് ആണ്. ടെറാക്കോട്ടയിൽ എന്ത് പറയാം? ടെറാക്കോട്ട തന്നെയല്ലേ, മറ്റേ കളിമണ്ണ് തന്നെയല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതില് കളിമൺ പ്രതിമയിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. മെറ്റീരിയൽ വ്യത്യാസങ്ങൾ, വൈവിധ്യമൊന്നുമില്ല, പക്ഷെ ഡിസൈനിൽ വ്യത്യാസങ്ങളുണ്ട്. പല രൂപത്തിലുള്ള ടെറാക്കോട്ട ഇമേജ് ഉണ്ടാക്കി എന്ന് പറയാം. ജ്വല്ലറിയിൽ പറഞ്ഞൂടെ? പല മെറ്റീരിയൽ പറയാം: ഗോൾഡ്, സിൽവർ, കോപ്പർ, ബ്രോൺസ്, ഫെയിൻസ്, കോഡ്സ്, ഇങ്ങനെ പല സാധനങ്ങൾ. പല ടൈപ്പ് പറയാം: നെക്ലേസ്, ബാംഗിൾസ് പറയാം, ബീഡ്, മുത്ത് തന്നെ പല ടൈപ്പ് ഉണ്ട്. സിലിണ്ടറിക്കൽ മുത്ത്, സ്ഫെറിക്കൽ മുത്ത്. അപ്പം ഇൻട്രോയില് ഹാരപ്പൻ കൾച്ചറിനെ തന്നെ വീണ്ടും ഒന്ന് ഡിഫൈൻ ചെയ്യുക: ബ്രോൺസ് ബേസ്ഡ് അർബൻ കൾച്ചർ, ഇത്ര കാലഘട്ടം, ഇതിന്റെ തീരത്ത്. പിന്നെ ഹാരപ്പൻ ക്രാഫ്റ്റ് ആണല്ലോ മെയിൻ ഇത്. അപ്പൊ അതിനെ പറ്റിയും കൂടി ഒന്ന് പറയാം. ദി ആർട്ടിസ്റ്റിക് സെൻസ് ഓഫ് ഹാരപ്പൻസ് ഈ സീൻ ഇൻ വേരിയസ് ക്രാഫ്റ്റ് വർക്ക് ഇറ്റ് പ്രൊഡ്യൂസ്ഡ്. ക്രാഫ്റ്റ് വർക്ക് ഡൈവേഴ്സിറ്റിയിൽ പോർട്രേയുടെ കാര്യത്തിൽ എന്ത് പറയാം? ബ്ലാക്ക് ഓൺ റെഡ് ഉണ്ട്, പക്ഷെ ബാക്കിയുള്ള ടൈപ്പും ഉണ്ട്. ബ്ലാക്ക് ഡിസൈൻ ചെയ്യുമ്പം ആ ഡിസൈൻ പല ടൈപ്പ് ഉണ്ട്. ജോമെട്രിക് ഷേപ്പ് ഉണ്ട്, ലൈൻ ഉണ്ട്, മോട്ടീഫ് ഉണ്ട്. മോട്ടീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ്, പിക്ചേഴ്സ്. പിന്നെ ബ്രോൺസ് കാസ്റ്റിംഗ് ഇവർ നടത്തിയിട്ടുണ്ട്. ബ്രോൺസ് കൊണ്ടുള്ള സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡാൻസിങ് ഗേള്, റേജിങ് ബുള്ള്, ഒരു ബുള്ളിന്റെ ഒരു ബ്രോൺസിന്റെ പ്രതിമയുണ്ട്. സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോണിൽ ഇവർ സ്കൾപ്ചർ നടത്തിയിട്ടുണ്ട്. പ്രീസ്റ്റ് കിങ്. ബ്രിക്ക്, കുറെ തരം ബ്രിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജ്വല്ലറി ഉണ്ടാക്കിയിട്ടുണ്ട്. ജ്വല്ലറിയിൽ മെറ്റീരിയൽസ് പലതാണ്, ടൈപ്പ് പലതാണ്, ഡിസൈൻ ഓഫ് ബീഡ് പലതാണ്. ഇപ്പം മെറ്റീരിയൽ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഗോൾഡ്, സിൽവർ, കുറെ സാധനങ്ങളുണ്ട്. അയൺ ഒഴിച്ച് ബാക്കിയെല്ലാം തട്ടിക്കോ. ടൈപ്പ് എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഓർണമെന്റ്സും എഴുതിക്കോ. ഒരു പേജൊക്കെ എഴുതുകൂടി. ബീഡ്, മുത്ത്, പല ടൈപ്പ് മുത്തുണ്ട്. അപ്പം അത് എഴുതാം. ടെറാക്കോട്ട വർക്കിൽ ആനിമൽസ്, ഡൈവേഴ്സ് ആനിമൽസ് ഉണ്ടെന്ന് പറയാം. സീലിന്റെ കാര്യത്തിൽ ഡിഫറെന്റ് ഷേപ്പ് ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, ഡിസൈൻ ഉണ്ടെന്ന് പറയാം. കൺക്ലൂഷനിലോട്ട് വരുമ്പോഴേ നമ്മൾ ആ ചോദ്യം എന്തായിരുന്നു? ഹാരപ്പൻ എന്ന് പറയുന്ന ക്രാഫ്റ്റ് വർക്ക് അൺമാച്ച്ഡ് ആണെന്നുള്ളതാ. അപ്പം വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നത് കൊണ്ടേ എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു കമ്പാരിസൺ കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം: മൗര്യൻ ഗുപ്ത പീരീഡില് ആർക്കിടെക്ചറിന്റെ കാര്യമൊക്കെ നോക്കുന്ന സമയത്ത് കുറെ കൂടി സ്പെക്ടക്കുലർ ആയിട്ടുള്ള, ഡൈവേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഹാരപ്പൻസിന്റെ ക്രാഫ്റ്റിന്റെ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ളത് ഇന്ത്യയിൽ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. വേറൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ക്രാഫ്റ്റ് വർക്കിൽ ഇത്ര ഡൈവേഴ്സിറ്റി ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം അത് കൺക്ലൂഷൻ ആയിട്ട് എഴുതുക. ക്ലിയർ ആണോ? നിങ്ങൾ ഓൾറെഡി ഇതൊന്ന് റിവിഷൻ നടത്തി വരാൻ പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് പറയാലോടാ. കാര്യം ഹാരപ്പൻസ് എന്ത് യൂസ് ചെയ്തു നിനക്കറിയാം, മൗര്യൻസ് എന്ത് യൂസ് ചെയ്തു എന്നറിയാം, ഗുപ്താസ് എന്ത് യൂസ് ചെയ്തു എന്നറിയാം, ചോളാസ് എന്ത് യൂസ് ചെയ്തു എന്നറിയാം, മുഗൾസ് എന്ത് യൂസ് ചെയ്തു എന്നറിയാം. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ക്രാഫ്റ്റില് ഇത്രയും ഡൈവേഴ്സിറ്റി പൊതുവെ കാണാൻ പറ്റുന്നില്ല. ഇനി എക്സാമിൻ ചെയ്യാനല്ല ചോദ്യം, ഇലാബറേറ്റ് ചെയ്യാനാ. അപ്പൊ നീ അതുകൊണ്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അതാണെന്ന് നീ ഒന്ന് സമർത്ഥിച്ചാ മതി, തെളിയിച്ചാ മതി, വിശദീകരിച്ചാ മതി. അൺമാച്ച്ഡ് ആണെന്നാണല്ലോ നമ്മൾ പറയുന്നേ. അത് എഴുതാടാ, ഡിഫറെന്റ് ആയിട്ടുള്ള രൂപത്തിൽ, ആ പറഞ്ഞ രൂപത്തിലും ഒക്കെ എഴുതാം. ഒരു സാധനം കാണിച്ചെന്നേ ഉള്ളൂ, ഒരു സ്റ്റാൻഡേർഡ് കൺക്ലൂഷൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നും ഇല്ല കേട്ടോ, വേറെ രീതിയിലൊക്കെ എഴുതാം. ഒരു ഹെഡിങ് ഉള്ളടാ. കാര്യം എക്സാമിൻ ചെയ്യാനോ അങ്ങനെയുള്ള കുറെ കമ്പോണൻസ് ആ ക്വസ്റ്റ്യനിൽ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറെ സാധനങ്ങൾ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇല്ല. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തതാ. ഹൗ ഫാർ ഹാരപ്പൻ റിലീജിയൻ ഹാസ് ഇൻഫ്ലുവൻസ്ഡ് മോഡേൺ ഹിന്ദുയിസം, ഡിസ്കസ്. ഒന്ന് നോക്കേ. ഒരു ക്ലാസ് കൊണ്ട് നിങ്ങളുടെ കണ്ടന്റ് എൻറിച്ച്മെന്റ് തീർക്കാനാ പറഞ്ഞത്, പക്ഷെ അത് ഹ്യൂമൻലി പോസിബിൾ അല്ല. അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നിർത്തണമായിരുന്നു. പണ്ട് കണ്ടന്റ് എൻറിച്ച്മെന്റ് കാര്യം എന്ന് പറയണം. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഒരു ക്ലാസ്സും കൂടി വേണം. അപ്പൊ ഞാൻ പിന്നീട് അത് എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാം. അടുത്ത നമുക്ക് മോഡേണിന്റെ ക്ലാസ് ആണ് വരുന്നത്. അപ്പൊ ഒന്ന് മോഡേൺ ഒന്ന് വായിച്ചു വരുമോ? മറ്റന്നാളാണ്, മറ്റന്നാള്. അപ്പൊ ഒന്ന് വായിച്ചു വായോ അതിന് മുന്നേ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ധാരണ ഉണ്ടാവും.
അതല്ലാതെ ഒന്നും വായിക്കാതെ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിട്ട് പോവാ. ഒരു അറ്റംപ്റ്റ് പോയി, ഇനി ഉള്ള അറ്റംപ്റ്റിൽ വളരെ സീരിയസ് ആയിട്ട് ചെയ്യണം. ഇനി ക്ലാസ് എന്ന് പറഞ്ഞ് കുറെ സമയം കളയാനൊന്നുമില്ല. ക്ലാസ് എന്ന് പറയുന്നത് വളരെ കണ്ടന്റ് കിട്ടുന്ന ക്ലാസ്സസ് മാത്രം നിങ്ങൾക്കുള്ളൂ പൊതുവെ. അപ്പൊ വേഗം വന്ന് പഠിക്കുക, ഇനി ഒട്ടും സമയം കളയാനില്ല. ഈ പ്രിലിംസ് പൊട്ടി അതിന്റെ ഒരു ഹാങ് ഓവർ ഒന്നും വേണ്ട. അടുത്ത പ്രിലിംസ് പെട്ടെന്ന് എത്തൂട്ടോ. അങ്ങനെ വിചാരിക്കണ്ട ഇനി കുറേ സമയമുണ്ടല്ലോ എന്ന്. ഷോർട്ട് ടൈം ടാർഗറ്റുകൾ വെക്കുക. ഈ മാസം ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യും, അടുത്ത മാസം അടുത്തത് കംപ്ലീറ്റ് ചെയ്യും. ഏതെങ്കിലും ടെസ്റ്റ് സീരീസ് എടുക്കുക. ഇപ്പൊ അമൃതയുടെ ടെസ്റ്റ് സീരീസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക, എന്നിട്ട് അതനുസരിച്ചിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി സമയം കളയാനില്ല. വേഗം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും പോവുക. അലമ്പ് എഴുതുക, അടുത്ത പ്രാവശ്യമെങ്കിലും കയറണല്ലോ. അമൃത IAS അക്കാദമി.